ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ മോർണിംഗ് ബൂസ്റ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത് അവസാന റിവിഷൻ ലൈവിലേക്ക് സ്വാഗതം. ഇതാണ് മക്കളെ അവസാന റിവിഷൻ എന്ന് മാത്രമല്ല, ഇതാണ് മക്കളെ അവസാനത്തെ +1 ഫിസിക്സ് ക്ലാസ്. നമ്മുടെ അവസാനത്തെ ഒഫീഷ്യലായിട്ട് നടക്കാൻ പോകുന്ന +1 ഫിസിക്സ് ക്ലാസ് ഇന്നാണ്. വളരെ ചെറിയൊരു ക്ലാസ് ആയിരിക്കും ഇത്. സാർ എന്തിനാണ് ഇന്ന് രാവിലെ ക്ലാസ് വെക്കുന്നത്, എൻ്റെ ഉദ്ദേശം എന്താണ് മക്കളെ? കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇന്നലെ മിനിയാന്നായിട്ട് കുറേ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. അത് തന്നെ ധാരാളമാണ്. എങ്കിൽ പോലും കുറച്ചും കൂടി ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ചോദ്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഈസി ചോദ്യങ്ങളായിരിക്കും, ഓവർ ഡിഫിക്കൽട്ട് അല്ല. രാവിലെ തന്നെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് രാവിലത്തെ ലൈവിൽ. പക്ഷേ പരീക്ഷയിൽ വരാൻ ചാൻസ് ഉള്ള രീതിയിലുള്ള ചോദ്യങ്ങളുമായിരിക്കും. അതുകൊണ്ട് വെറുതെ കുറച്ച് രസത്തിന് ചോദ്യം ചെയ്യല്ല, ഇതിൽ പല ചോദ്യങ്ങളും പരീക്ഷയിൽ വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്. സോ ആ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ തുടങ്ങാൻ റെഡിയാണെന്ന് ഒരൊറ്റ വാക്ക് ലൈവ് ചാറ്റിൽ പറയുകയാണെങ്കിൽ ഞാനെന്ത് ചെയ്യാൻ തുടങ്ങിക്കോളാം. പിന്നെ ഓവർ ഒച്ചയൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല, കാരണം ഇന്നലത്തോടെ സൗണ്ട് കുറച്ചധികം പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇനിയും കുറേ ക്ലാസ്സസ് എടുക്കാനുള്ളതാണ്. നീറ്റിൻ്റെ ഒക്കെ ക്ലാസ്സസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്കും ക്ലാസ്സസ് ഉണ്ട്, നീറ്റിൻ്റെ വരും, അതിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ വരും. അപ്പം അതുകൊണ്ട് ഓവർ ഒച്ചയും വേളമൊന്നും ഉണ്ടാക്കുന്നില്ല. നമുക്ക് സമാധാനമായിട്ട് എന്ത് ചെയ്യാം, ഓവർ ഒച്ചയും വേളമൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. റെഡിയാണെന്നൊരു വാക്ക് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, സമയം വേസ്റ്റ് ചെയ്യാതെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഉയരെ ബാച്ചിൻ്റെ നെക്സ്റ്റ് 500 സ്റ്റുഡൻസിനും കൂടി എന്തുണ്ടാവുള്ളൂ മക്കളെ, നമ്മുടെ ബുക്കും കൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നീറ്റ് ബാച്ചിനും കീം ബാച്ചിനും ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബോർഡ് എക്സാമിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ, അതായത് ഒരേ ബാച്ചിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ കിട്ടും. പ്ലസ് എക്സ്ട്രാ നിങ്ങൾ നീറ്റ് ബാച്ചിലാണ് ജോയിൻ ചെയ്ത് നീറ്റിൻ്റെ കോച്ചിങ് ഉണ്ടാവും, DPP ഉണ്ടാവും, അതിൻ്റെ കാര്യങ്ങൾ മൊത്തം ഉണ്ടാവും, എക്സാംസ് എല്ലാം ഉണ്ടാവുന്നതായിരിക്കും. കീമിൻ്റെ കോച്ചിങ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് മക്കളെ. ബുദ്ധിമുട്ടില്ല, ജോയിൻ ചെയ്യണം ആഗ്രഹമുണ്ട്. താഴെ ഒരു നമ്പർ കാണാം, ഇവിടെ ഒരു നമ്പർ കാണാം, ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക, ജോയിൻ ചെയ്യുക. എക്സാമൊക്കെ കഴിഞ്ഞിട്ട് മതി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഓരോ ചോദ്യങ്ങളും കാണുമ്പോൾ ഇന്ന് ലൈവ് ചാറ്റിൽ മാക്സിമം സ്പാമിംഗ് ഒക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം മക്കളെ, ആൻസേഴ്സ് ഇടാൻ വേണ്ടി ശ്രമിക്കുക. ഫസ്റ്റ് ചോദ്യം, മാഗ്നിറ്റ്യൂഡ് ഓഫ് നൾ വെക്റ്റർ. നൾ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി 0 വെക്റ്റർ എന്നാണ്. ഇവൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ് മക്കളെ? മാഗ്നിറ്റ്യൂഡ് 1 ആണോ 0 ആണോ, അൺപ്രഡിക്റ്റബിൾ ആണോ? മാഗ്നിറ്റ്യൂഡ് 1 ആവുമോ നൾ വെക്റ്ററിൻ്റെ? 0 വെക്റ്ററിൻ്റെ 0 തന്നെയാണ്, ഒരു സംശയമില്ല. എന്നാൽ ഇവൻ്റെ ഡയറക്ഷൻ എന്താണ്? ഡയറക്ഷൻ അത് അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുന്നതിനേക്കാളും കുറച്ച് നല്ല വേർഡ് എന്താണ് നമ്മൾ ലൈവിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു? എന്തായിരുന്നു, ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു? ആർബിട്രറി എന്ന് എഴുതി വെക്കണം. ആർബിട്രറി, അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡയറക്ഷൻ ഇല്ല ഇവന്. അടുത്ത ചോദ്യം, ഇഫ് ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് വിത്ത് മാഗ്നിറ്റ്യൂഡ് 6 ന്യൂട്ടൺ ആൻഡ് 4 ന്യൂട്ടൺ is 60 ഡിഗ്രി, ഫൈൻഡ് ദെയർ റിസൾട്ടൻറ്റ്. അവരുടെ റിസൾട്ടിന് കണക്കാക്കാൻ. ഇത് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ നമ്പർ ഇതല്ലേ ആയിരുന്നില്ല, ആംഗിൾ ഇതായിരുന്നോ എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഇതേപോലത്തെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഠിച്ചു വെക്കുക. 2 വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻ്റെ ഫോർമുല കണ്ടുപിടിക്കാൻ ഇതാണ് സംഭവം, ഇതാണ് ഫോർമുല. A² എടുക്കുക, B² എടുക്കുക, 2AB cos θയും കൂടി എടുക്കുക. ചെയ്തോ നോക്കിയിരിക്കണ്ട, നിയമം ചെയ്തോ. √(a² എന്ന് പറഞ്ഞാൽ 6², മറ്റേന്ന് പറഞ്ഞാൽ 4² പ്ലസ് 2 × 6 × 4 × കോസ് അവർ തമ്മിലാണെങ്കിൽ 60 ഡിഗ്രി. ഇത് ചെയ്തേ. √36 പ്ലസ് 16 പ്ലസ് 6 × 4 24, 24 × 2 24 × 2 48 ഇൻറ്റു കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2 36 ആണ്. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്ററിൽ പിടിച്ച് ആഡ് ചെയ്യത്രേ ഉള്ളൂ. കാൽക്കുലേറ്റർ ആഡ് ഇതിന് ആൻസർ പറഞ്ഞേ. ഇപ്പോൾ സ്ക്വയർ പെർഫെക്റ്റ് റൂട്ട് ഒന്നും വരില്ല കേട്ടോ, പെർഫെക്റ്റ് സ്ക്വയർ ഒന്നും വരില്ല, മിക്കവാറും വരുന്നുണ്ടാവില്ല. നമുക്ക് നോക്കാൻ വരുമെന്ന്. 52 ഇതിന് കൊണ്ടും കൂടി ആഡ് ചെയ്താൽ പ്ലസ് 42 പകുതി തിരിയാ 48/2 24. 52 പ്ലസ് 24 എത്ര വരിക? പ്ലസ് 24 അതിൽ 76. √76 ആണ് രണ്ടുപേരുടെയും റിസൾട്ട്. ഇത്രയുള്ള സമയം. അപ്പോൾ ഈ ഫോർമുല പഠിച്ചു വെക്കുക, ഒന്നും ആലോചിക്കേണ്ട. A² B² 2AB cos θ. നിങ്ങൾക്കറിയാം A + B ഹോൾ സ്ക്വയർ പോലെ തന്നെയല്ലേ, A² + B² + 2AB. അതിൽ cos θ കൂടി ചേർത്താൽ മതി, ഒരു റൂട്ടും കൂടി എടുത്തിട്ടാൽ മതി. ഇത്രയുള്ള പരിപാടി, ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക്. സെറ്റാണ് മക്കളെ, മുന്നോട്ട് പോകാൻ. നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാനില്ലേ, നമുക്ക് അടുത്ത ചോദ്യം പിടിക്കാം. ഫോർ വിച്ച് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഇസ് റേഞ്ച് മാക്സിമം? ഏത് ആംഗിളിൽ പറപ്പിച്ചു വിട്ടാലാണ് റേഞ്ച് മാക്സിമം കിട്ടുക? നിങ്ങൾക്കറിയാം θ = 45 ഡിഗ്രി ആട്ടോ. 45 ഡിഗ്രിയിൽ പറപ്പിച്ചു വിട്ടാലാണ് റേഞ്ച് മാക്സിമം ആയിരിക്കുക. എത്രയായിരിക്കും റേഞ്ച് മാക്സിമം? റേഞ്ച് എത്രയായിരിക്കും? അതായത് 45 ഡിഗ്രി പറപ്പിച്ചു വിടുമ്പോൾ റേഞ്ച് എത്രയായിരിക്കണോ? U² sin 2θ/g അല്ലേ റേഞ്ചിൻ്റെ ഇക്വേഷൻ. അതെ, തീറ്റയ്ക്ക് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, 45 ഇട്ട് കൊടുത്ത് എന്താ കിട്ടുക? U² sin ഓഫ്, ഇത് 2θ ആണ്, അതായത് 2 × 45 ഡിഗ്രി 90 ഡിഗ്രി വരും. 90 ഡിഗ്രി ഡിവൈഡഡ് ബൈ g എന്ന് വരും. sin 90 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1 ആണ്. സോ ബേസിക്കലി U²
ജി ആണ് മാക്സിമം റേഞ്ച്. അപ്പോൾ മാക്സിമം റേഞ്ച് വല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 45 ഡിഗ്രി ഇട്ട് വിട്ടുക. അപ്പോൾ അവസാനം എന്താ കിട്ടാൻ പോകുന്നത്? യു സ്ക്വയർ ബൈ ജി. ഇത്രയേ ഉള്ളൂ സംഭവം. ബുദ്ധിമുട്ടുണ്ടാവില്ല ഓവറായിട്ട്. എന്നാൽ ഇത് ചെയ്ത് വാട്ട് ഈസ് ദി കൈനറ്റിക് എനർജി ഓഫ് എ പ്രൊജക്ടൈൽ ഓഫ് മാസ് 10 കിലോ? ഇവിടെ കാണുന്നുണ്ടാവില്ല നിങ്ങൾക്ക്. ഫയർഡ് അറ്റ് എൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ അറ്റ് സ്പീഡ് ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ്. അതായത് 60 ഡിഗ്രി പറപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ മാക്സിമം ഹൈറ്റിൽ വെച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ കൈനറ്റിക് അറ്റ് മാക്സിമം ഹൈറ്റ് എന്ന് വെച്ചിരിക്കുന്നത്. മാക്സിമം ഹൈറ്റിൽ പറപ്പിച്ച് വിടുമ്പോഴുള്ള കൈനറ്റിക് എനർജിയാണ് വെച്ചിരിക്കുന്നത്. അപ്പം മാക്സിമം ഹൈറ്റിൽ അവൻ്റെ വെലോസിറ്റി വേണം. പറയും മക്കളെ, ഒരു പ്രൊജക്ടൈൽ നമ്മൾ പറപ്പിച്ച് വിട്ടാൽ അവൻ്റെ മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും, വേറെ എന്തായിരിക്കും? പറ. 0 ആയിരിക്കും, വേറെ എന്തെങ്കിലും ആയിരിക്കും? പറയും. തെറ്റിക്കരുത്. 0 അല്ല. ശ്രദ്ധിക്കണം മക്കളെ. പ്രൊജക്ടൈൽ മോഷന് 2 വെലോസിറ്റീസ് ഉണ്ടാവും. ഒരു എക്സ് കോമ്പോണൻ്റ് ഉണ്ടാവും വെലോസിറ്റിയുടെ, ഒരു വൈ കോമ്പോണൻ്റ് ഉണ്ടാവും. ഈ വൈ കോമ്പോണൻ്റ്, അതായത് വെർട്ടിക്കൽ കോമ്പോണൻ്റ് എന്തായിരിക്കും? ഈ മാക്സിമം ഹൈറ്റിൽ 0 ആയിരിക്കും, ഒരു സംശയമില്ല. പക്ഷേ ഹൊറിസോണ്ടൽ കോമ്പോണൻ്റ് എന്തായിരിക്കും? യു കോസ് തീറ്റ ആയിരിക്കും. പഠിച്ചു വെക്കുക. മാക്സിമം ഹൈറ്റിൽ ഹൊറിസോണ്ടൽ കോമ്പോണൻ്റ് യു കോസ് തീറ്റ ഉണ്ട്. സോ വെലോസിറ്റി 0 ആണ്. അല്ല, വെർട്ടിക്കൽ 0 ആണ്, ഹൊറിസോണ്ടൽ ഉണ്ട് യു കോസ് തീറ്റ. സോ നിങ്ങൾ കൈനറ്റിക് എനർജി എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും മക്കളെ? K = ½ m v² എന്ന് എഴുതുന്നു. ½ m വിക്ക് വരെ എന്ത് ചെയ്യുക? വി കോസ് തീറ്റ, യു കോസ് തീറ്റ വരെ. യു കോസ് തീറ്റയാണ് അവിടുത്തെ വെലോസിറ്റി. മാക്സിമം ആയിട്ട് വെലോസിറ്റിയാണ് യു കോസ് തീറ്റയാണ്, മറന്നു വരുത്. അതിൻ്റെ ഹോൾ സ്ക്വയർ എടുക്കുക. അപ്പം നിങ്ങൾക്ക് എന്താ കിട്ടുക? ½ m u² cos² തീറ്റ എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിക്കുക. ഫുള്ള് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണം ചെയ്തേക്കാം. അപ്പോൾ ½ × m എത്രയാണ് മക്കളെ? മാസ് 10 കിലോ. യു എത്രയാണ് മക്കളെ? യു എത്രയാണ്? 5. 5ൻ്റെ സ്ക്വയർ. കോസ് തീറ്റ എത്രയാണ്? കോസ് 60 ഡിഗ്രി, അതിൻ്റെ സ്ക്വയർ. കോസ് 60യുടെ സ്ക്വയർ ചെയ്തേ. ½ × 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ് വരിക. 5 × 5² എന്ന് പറഞ്ഞാൽ 25 വരിക. കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 1/2ൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4 വരും അല്ലേ? 1/2ൻ്റെ ഹോൾ സ്ക്വയർ 1/4 വരും. ഇത് കണ്ടുപിടിക്കുക. 125 / 4 വാട്ട് എവർ ദാറ്റ് ഇസ്. അത്ര വരിക? 125 / 4 എന്ന് പറഞ്ഞാൽ 31 പോയിന്റ് എന്താണല്ലോ വരിക? 125 / 4. യെസ്, 31.25. കറക്റ്റ്. 31.25 ആണ് ഇവൻ്റെ എന്ത് നമ്മൾ കണ്ടുപിടിച്ചത്? കൈനറ്റിക് എനർജി. ജൂൾസ് ആണ് മാക്സിമം ഹൈറ്റിൽ. അപ്പം കൈനറ്റിക് എനർജി 0 അല്ല, മാക്സിമം ഹൈറ്റിൽ എന്നും 0 അല്ല, വെലോസിറ്റിയും 0 അല്ല. പഠിച്ചിരിക്കണം. വെലോസിറ്റി യു കോസ് തീറ്റ ആണ്. ഹൊറിസോണ്ടൽ കോമ്പോണൻ്റ് ഉണ്ടാവും. ഇനി വേണം പരീക്ഷയിലൊക്കെ തരാം. ഇങ്ങനെ വരാം കേട്ടോ. ഈ സാധനം എന്താണ് മക്കളെ? ½ m u² എന്നാണ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി അല്ലേ? അപ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി തന്നിട്ട് നിങ്ങളോട് മാക്സിമം ഹൈറ്റിൽ വയ്ക്കുക പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? കൈനറ്റിക് എനർജി ഇനീഷ്യൽ കൈനറ്റിക് എനർജിൻ്റെ cos² തീറ്റ എന്ന് ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെയും വേണം ഓർത്ത് വെക്കുക. ചിലപ്പോൾ അങ്ങനെയും വേണം ചോദിക്കുക അവർക്ക്. ഇനീഷ്യൽ കൈനറ്റിക് എനർജി തന്നിട്ട് മാക്സിമം ഹൈറ്റിൽ വയ്ക്കുക. അപ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി cos² തീറ്റയാണ് നമ്മളെന്ത്? മാക്സിമം ഹൈറ്റിൽ കൈനറ്റിക് എനർജി. അപ്പോൾ ആ ഒരു ലോജിക്കും കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അടുത്ത ചോദ്യം പിടിക്കുക. SK velocity is independent of mass of earth / mass of body. മക്കളെ, SK velocity ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഇക്വേഷൻ? √2gm / റേഡിയസ് ഓഫ് എർത്ത് എന്നാണ്. ഇതിൽ ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ മാസാണ്. അപ്പോൾ SK വെലോസിറ്റി എർത്തിൻ്റെ മാസം ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ മാസ് ഓഫ് എർത്ത് ഇൻഡിപെൻഡൻ്റ് ആരാണ്? മാസ് ഓഫ് ബോഡിയാണ്. മാസ് ഓഫ് ബോഡീനെ ഇൻഡിപെൻഡൻ്റ് ആണ്, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മാസ് ഓഫ് എർത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണോ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണോ വീക്കസ്റ്റ് ഫോഴ്സ്? ഒന്നും ആലോചിക്കില്ല. ഏറ്റവും ലോകത്തിലെ വീക്കസ്റ്റ് ഫോഴ്സ് ആര് തന്നെയാണ്? നമ്മൾ പഠിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ്. ഇറ്റ് ഈസ് ദി വീക്കസ്റ്റ് ഫോഴ്സ് എന്നുള്ള കാര്യം. ക്ലിയർ ആണ്? ബുദ്ധിമുട്ടില്ല. മുന്നോട്ട് പോവാം. അടുത്ത്, a boy throws a cricket ball with a velocity of u at an angle blah 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 blah. Name the path of the ball. എന്താണ് പാരബോളിക് പാത്ത്? എന്താ ആലോചിക്കാൻ? അത്രേ പാരബോളിക് പാത്തിലായിരിക്കും, പ്രൊജക്ടൈൽ മോഷനിലായിരിക്കും അവൻ പോവുക. പാരബോളിക് പാത്ത്. അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ് വാട്ട് ആർ ദി വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻസ് ഓഫ് വെലോസിറ്റി? ജസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. വെർട്ടിക്കൽ കമ്പോണന്റ് 0 ആണ്. Vy = 0. Vx എന്തായിരിക്കും മക്കളെ? u cos θ തന്നെയായിരിക്കും. കിട്ടി. ഇഫ് θ1 = 30 ഡിഗ്രി വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് θ2? അതായത് 2 ആംഗിളിലും പറപ്പിച്ചു വിടുകയാണ്. ഇതാണ് θ2, ഇതാണ് θ1. ഇത് 30 ഡിഗ്രിയാണ്. ഇത് എത്രയായിരിക്കും മക്കളെ? ഇതിൻ്റെ പ്രത്യേകത എന്താണ്? 2 പേർക്ക് സെയിം റേഞ്ച് ആണുള്ളത്. വേറെ വേറെ ഹൈറ്റ് ആണ്, പ്രശ്നമില്ല. പക്ഷെ സെയിം റേഞ്ച് ആണല്ലോ. സെയിം റേഞ്ചിൽ പറപ്പിച്ചു വിടുന്ന 2 ആംഗിളിലെ പ്രത്യേകത എന്താണ്? സെയിം റേഞ്ചിൽ പറപ്പിച്ചു വിടുന്ന ഒരു ആംഗിൾ θ ആണെങ്കിൽ മറ്റേത് 90 - θ ആയിരിക്കും. രണ്ടിനും കൂടെ ആഡ് ചെയ്ത് എന്താ കിട്ടുക? θ + 90 - θ ആഡ് ചെയ്ത് എത്ര കിട്ടും മക്കളെ? θ - θ പോയിട്ട് 90 ഡിഗ്രി കിട്ടും. അപ്പോൾ ആംഗിളിൻ്റെ പ്രത്യേകത എന്താണ്? ദേ വിൽ ആഡ് അപ് ടു 90 ഡിഗ്രി. അവർ ആഡ് ചെയ്താൽ 90 ഡിഗ്രി കിട്ടും. അപ്പോൾ ഒന്നുകിൽ ഒന്ന് 30 ഡിഗ്രിയാണ്, മറ്റേ 90 - 30 ഡിഗ്രി ആയിരിക്കും. അതായത് θ2 will be equal to 60 ഡിഗ്രി. അല്ല നിങ്ങൾ കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ 30 ഡിഗ്രിയും വേറെ ഏത് ഡിഗ്രിയാണ് വരിക? 30നോട് എന്ത് ആഡ് ചെയ്താണ് 90 കിട്ടുക? 60 ആഡ് ചെയ്യുമ്പോഴല്ലേ? അത്രേ ഉള്ളൂ.
അങ്ങനത്തെ ആംഗിൾസിനെ വിളിക്കുന്ന പേരാണ് കോംപ്ലിമെൻ്ററി ആംഗിൾസ്. ഓർത്ത് വെക്കുക കേട്ടോ. ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി കിട്ടുന്ന ആംഗിൾസാണ് കോംപ്ലിമെൻ്ററി. ആംഗിൾസ് വിൽ ബി കോംപ്ലിമെൻ്ററി എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ പറയണം. അതേന്ന് പറയണം, അല്ലാന്ന് പറയരുത് കേട്ടോ. കോംപ്ലിമെൻ്ററി പറ. മാച്ച് ദ ഫോളോയിങ്. കെപ്ലറിൻ്റെ ലോ, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ ആദ്യം ഫുള്ള് വായിക്കുക. വെലോസിറ്റി, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഡിസ്റ്റൻസ്, സ്കെയിലാർ, പ്ലാനറ്ററി മോഷൻ, ഇനേർഷ്യ, 9.8. ഓക്കെ, ഇനി നിങ്ങൾ ഓരോന്നും. കെപ്ലറിൻ്റെ ലോ ഏതായിരിക്കും? പ്ലാനറ്ററി മോഷൻ ആയിരിക്കും, അത് കിട്ടി. നെക്സ്റ്റ് സ്കെയിലാർ ആരായിരിക്കും? വെലോസിറ്റി അല്ല. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് സ്കെയിലാർ എന്ന് പറയാൻ മാത്രമല്ല, ക്വാണ്ടിറ്റി അല്ല. ആലോചിക്കാം നമുക്ക്. ഡിസ്റ്റൻസ് സ്കെയിലാറാണ്, ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോൾ ഡിസ്റ്റൻസ് എന്താണ് മക്കളെ? ഇത് പച്ച കളർ, ഇത് നീല കളറാണെങ്കിൽ ഇത് നീല കളറാണെങ്കിൽ കളർ വെച്ച് കാണിക്കാം, അതായത് ഈ ബുദ്ധി. ഓക്കെ, ഇത് മഞ്ഞ കളർ, ഇത് മഞ്ഞ കളർ, ഇത് മഞ്ഞ കളർ. ഓക്കെ, അത് കിട്ടി. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ടല്ലോ. അയ്യേ, സിമ്പിൾ 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 സിമ്പിൾ. ഇനി എന്താ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഡയമെൻഷണൽ ഫോർമുല കൊടുത്തിട്ടുണ്ട്. അയ്യേ, കോമഡി 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 കോമഡി. അപ്പം ഇങ്ങനെ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ചോദ്യം. ഇതൊക്കെ ചോദിക്കൂട്ടെ, ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ ആയിരിക്കും ചോദിക്കുക ചിലപ്പോൾ. ഡയമെൻഷണൽ ഫോർമുല കൊടുത്തിട്ടുണ്ട്. പിന്നെ 9.8 എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ? സർഫസിൽ അത് മാർക്ക് ചെയ്താൽ. പിന്നെ ബാക്കി പറഞ്ഞാൽ ന്യൂട്ടൺ ഫസ്റ്റ് ലോ ആണ്, ഇനേർഷ്യനെ ഡിഫൈൻ ചെയ്യുക. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ആണ്, ഇനേർഷ്യ ഡിഫൈൻ ചെയ്യുക. കഴിഞ്ഞു. സിമ്പിൾ ചോദ്യം. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് ഈ സൈഡ് മൊത്തം വായിക്കുക, ആ സൈഡ് മൊത്തം വായിക്കുക. ഇനി പിന്നെ ചിന്തിക്കുക. അല്ലാണ്ട് ആദ്യം തന്നെ മാർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് അത്ര നല്ലൊരു ഐഡിയ ആയിരിക്കില്ല. കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസിൻ്റെ ഡിഫറൻസ് പറയാൻ പറഞ്ഞാൽ എഴുതി വെക്കണത്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഈസ് പാത്ത് ഇൻഡിപെൻഡൻറ്റ്. കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ വർക്ക് എന്താണ്? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. നോൺ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ വർക്ക് എന്താണ്? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. വർക്ക് ഡൺ ഈസ് പാത്ത് ഡിപ്പെൻഡൻറ്റ് എന്ന് പറയണം. നെക്സ്റ്റ്, വർക്ക് ഡൺ ഇൻ ക്ലോസ്ഡ് പാത്ത് എന്താണ് മക്കളെ? കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ വർക്ക് ക്ലോസ്ഡ് പാത്തിൽ 0 ആയിരിക്കും. അത് കൺസർവേറ്റീവ് ഫോഴ്സ് ഇങ്ങനെ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. എന്നാൽ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ക്ലോസ്ഡ് പാത്തിൽ വർക്ക് ചെയ്താലും 0 ആയിരിക്കില്ല. വർക്ക് ഡൺ ഇൻ ക്ലോസ്ഡ് പാത്ത് ഇസ് നോട്ട് 0. ക്ലോസ്ഡ് പാത്തിൽ വർക്ക് എന്താണ്? 0 അല്ല. വേർഡ് പൊട്ടൻഷ്യൽ എനർജി ഇസ് ഡിഫൈൻഡ് ഫോർ കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സിന് മാത്രമേ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞ വാക്ക് ഡിഫൈൻ ചെയ്യപ്പെട്ടുള്ളൂ. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഇസ് നോട്ട് ഡിഫൈൻഡ്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന് പൊട്ടൻഷ്യൽ എനർജി ഡിഫൈൻഡ് അല്ല. എക്സാമ്പിൾസ് പഠിച്ചു നോക്കുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ് ആണ്. ഇവിടുത്തെ എക്സാമ്പിൾസ് ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്. ഇത്രയും നിങ്ങൾ പഠിച്ചു വെക്കണം. ബുദ്ധിമുട്ടില്ല. മുന്നോട്ട് പോകാൻ നമുക്ക് ചോദ്യങ്ങൾ ചെയ്തേ. വർക്ക് ഡണ്ണ് പോസിറ്റീവ്, നെഗറ്റീവ്, 0 ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. വേഗം ഓരോന്നായിട്ട് ചെയ്യാം. പിടിക്കും മക്കളെ. വർക്ക് ഡൺ മാൻ ഓൺ എ ബ്ലോക്ക് വെൻ ലിഫ്റ്റിംഗ് ഇറ്റ് ഫ്രം ഗ്രൗണ്ട്. ഈ ബ്ലോക്ക് മുകളിലേക്ക് വെക്കാൻ വേണ്ടി ഫോഴ്സ് മുകളിലേക്ക് കൊടുക്കണം. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഉണ്ടാകുന്നത് മുകളിലേക്കല്ലേ? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കല്ലേ? വർക്ക് ഡൺ എന്നാണ്. ഒന്നും ആലോചിക്കാനല്ലേ? പോസിറ്റീവ് ആണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ഒരേ ഡയറക്ഷനിലാണ്. വർക്ക് ഡൺ എന്നാണ് മക്കളെ? പോസിറ്റീവ് ആണ്. വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ. നെക്സ്റ്റ്, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഓൺ എ ബ്ലോക്ക് വെൻ ഇറ്റ് ലിഫ്റ്റഡ് അപ്പ്. ഈ സന്ദർഭത്തിൽ ഇതിനെ മുകളിലേക്ക് വെക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്ക് തന്നെയാണ്. പക്ഷേ ഗ്രാവിറ്റിയും കൊണ്ടാണ്. ഗ്രാവിറ്റി സാർ താഴേക്കാണ്. അപ്പോൾ ഗ്രാവിറ്റിയുടെ ഫോഴ്സും അവനുണ്ടാക്കുന്ന ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഗ്രാവിറ്റി ചെയ്യുന്ന ഈ വർക്ക് എന്താണ്? ഇവിടെ നെഗറ്റീവ് ആണ്. ഒന്നും ആലോചിക്കാൻ. അടുത്ത ചോദ്യം പിടിക്കുക. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഓൺ ഫ്രീലി ഫോളിംഗ് ബോഡി. അലൻ സാർ താഴേക്ക് ഫ്രീലി ഫോളിംഗ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് താഴേക്കാണ്. ഗ്രാവിറ്റി ഇങ്ങോട്ടാണ്. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി അല്ലേ ചോദിച്ചിരിക്കുന്നത്? ഗ്രാവിറ്റിയും താഴേക്കാണ്. ഇപ്രാവശ്യം ഗ്രാവിറ്റിയും ഡിസ്പ്ലേസ്മെന്റ് ഒരേ ഡയറക്ഷനിലാണ്. സോ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഇസ് പോസിറ്റീവ്. ഇത്രയുള്ള സംഭവം ക്ലിയർ ആണ്. അടുത്ത ചോദ്യം പിടിക്കുക. ചോദ്യം പിടിക്കുക. വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ് വെൻ എ ബോഡി മൂവ്സ് അലോങ് അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലാണ് ബോഡി മൂവ് ചെയ്യുന്നതെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് അതേ ഡയറക്ഷനിലാണെങ്കിൽ എന്തായിരിക്കും? ഒന്നും ആലോചിക്കാനില്ല. പോസിറ്റീവ് വർക്ക് ആയിരിക്കും ചെയ്യുന്നത്. പോസിറ്റീവ് വർക്ക്. നെക്സ്റ്റ്, വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ആണ് ബ്ലോക്ക് സ്ലൈഡിംഗ് ഓൺ എ സ്ട്രേറ്റ് ലൈൻ. ഇവിടെ ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് എന്താണ്? അങ്ങോട്ട് ഡിസ്പ്ലേസ്മെന്റ് ഉള്ള ഫ്രിക്ഷൻ ഇങ്ങോട്ടായിരിക്കും ഉണ്ടാവുക. ഫ്രിക്ഷൻ ചെയ്യുന്നവർക്ക് എന്തായിരിക്കും മക്കളെ? നെഗറ്റീവ് വർക്ക് ആയിരിക്കും. കാരണം ഫ്രിക്ഷൻ ഇങ്ങോട്ട്, ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ട്. ഫ്രിക്ഷൻ ചെയ്യുന്നവർക്ക് നെഗറ്റീവ് വർക്ക്. അത്രേ ഉള്ളൂ. അപ്പോൾ നെഗറ്റീവ് വർക്കിന്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞാൽ മതി. നെക്സ്റ്റ്, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഡ്യൂറിംഗ് ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓൺ ഹൊറിസോണ്ടൽ സർഫസ്. ഇത് ഹൊറിസോണ്ടലി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഗ്രാവിറ്റി അങ്ങോട്ടായിരിക്കും ഉണ്ടാവുക. സർ, ഗ്രാവിറ്റി നേരെ താഴേക്കായിരിക്കും ഉണ്ടാവുക. ഗ്രാവിറ്റി കൊണ്ടായിരിക്കും നേരെ താഴേക്കിൽ ഉണ്ടാവുക. അതാ നേരെ താഴേക്ക് ഇങ്ങനെയായിരിക്കും ഗ്രാവിറ്റി ഉണ്ടാവുക. ഓക്കെ, ഇനി പറഞ്ഞ മക്കൾ, ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്ന് നോക്കിക്കേ. 90 ഡിഗ്രി അല്ലേ? ഗ്രാവിറ്റിയും ഡിസ്പ്ലേസ്മെന്റ് 90 ഡിഗ്രി. 90 ഡിഗ്രിയിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് വന്നാൽ വർക്ക് ഡൺ ഈസ് 0. ഒന്നും ആലോചിക്കാനില്ല. വർക്ക് ഡൺ ബൈ റിയാക്ഷൻ ഫോഴ്സ് എന്തായിരിക്കും മക്കളെ? ഹൊറിസോണ്ടലി പോകുമ്പോൾ റിയാക്ഷൻ ഫോഴ്സ് എന്തായിരിക്കും? റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷൻ. അതുകൊണ്ടായിരിക്കും മുകളിലേക്ക് ഉണ്ടാവുക. നോർമൽ എന്ന് പറഞ്ഞാൽ നോർമൽ ടു സർഫസ് ആയിരിക്കും. അപ്പോൾ നോർമൽ ടു ഡിസ്പ്ലേസ്മെന്റും കൂടി അല്ലേ? ഡിസ്പ്ലേസ്മെന്റിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും. നോർമൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ. അപ്പോൾ നോക്കി, ഈ റിയാക്ഷൻ ഫോഴ്സ് എന്നാണ് ഡിസ്പ്ലേസ്മെന്റിനോട് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ വീണ്ടും എന്താണ്? വർക്ക് ഡൺ 0. റിയാക്ഷൻ ഫോഴ്സിന് വർക്ക് എന്താണ്? 0. കഴിഞ്ഞു. അടുത്ത ചോദ്യം പിടി. കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ചോദ്യം. വർക്ക് ഡൺ ബൈ എ മാൻ ഓൺ ബക്കറ്റ് വെൻ ഹി ഹോൾഡ്സ് ഓൺ ഹിസ് ഹെഡ്. ഈ അർച്ചനാമസ് ഈ ബക്കറ്റ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അർച്ചനാമസിന്റെ തലയിൽ നിന്നിട്ട് മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബക്കറ്റ് താങ്ങി നിൽക്കുന്നത്. പക്ഷേ ഈ ബക്കറ്റിന് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ബക്കറ്റിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ദാറ്റ് മീൻസ് വർക്ക് ഡൺ ഇസ് 0. വർക്ക് എന്നാണ് ചെയ്യപ്പെടുന്നില്ല അവിടെ. കാരണം ഡിസ്പ്ലേസ്മെന്റ് ഇല്ല.
നെക്സ്റ്റ് വർക്ക് ഡൺ ബൈ മാൻ പുഷിങ് അഗേൻസ്റ്റ് വോൾ. അർച്ചന മെസ്സി ഭിത്തി ഇങ്ങനെ ഉന്താൻ ശ്രമിക്കുമ്പോൾ നോക്കിയേ, ഈ ഉന്തിക്കൊണ്ടിരിക്കാൻ നോക്കുമ്പോൾ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അതിനൊരു കുറവില്ല. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് ഭിത്തിയുടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണോ? 0 അല്ലേ? സോ വർക്ക് ഡൺ എന്താണ് ഇവിടെ? വീണ്ടും 0 വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ് ഓഫ് എയർ ഓൺ പെൻഡുലം വൈബ്രേറ്റിംഗ് ഇൻ ബ്രിങ്ങിങ് ഇൻ ടു റെസ്റ്റ്. അതായത് പെൻഡുലം ഇങ്ങനെ വരാനിരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ട്. റെസിസ്റ്റീവ് ഫോഴ്സ് ഓഫ് എയർ അങ്ങോട്ടായിരിക്കും, എയർ കൊടുക്കുന്ന ഫ്രിക്ഷൻ അങ്ങോട്ടായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷൻ ഉണ്ടാവുക, അല്ലെ എയറിന്റെ ഫോഴ്സ് ഉണ്ടാവുക. വർക്ക് എന്തായിരിക്കും മക്കളെ? നെഗറ്റീവ് ആയിരിക്കും. അതിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ്, ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ടായിരിക്കും, ഫ്രിക്ഷൻ അങ്ങോട്ടായിരിക്കും, എയറിന്റെ ഫ്രിക്ഷൻ അങ്ങോട്ടായിരിക്കും ഉണ്ടാവുക. സോ എപ്പോഴും എന്താണ്? നെഗറ്റീവ് വർക്ക് ആയിരിക്കും ചെയ്യുക. ഓക്കെ, നെഗറ്റീവ് വർക്ക്. മൈനസ്. നെക്സ്റ്റ് വർക്ക് ഡൺ ബൈ ടെൻഷൻ ഓഫ് സ്ട്രിങ് ഓൺ വൈബ്രേറ്റിംഗ് പെൻഡുലം. ഈ വൈബ്രേറ്റിംഗ് പെൻഡുലം ടെൻഷൻ എങ്ങോട്ടായിരിക്കും ഉണ്ടാവുക? ടെൻഷൻ ഇസ് അലോങ് ദി സ്ട്രിങ്. ഈ ടെൻഷനും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. രണ്ടുപേരും 90 ഡിഗ്രി ആയിരിക്കും എപ്പോഴും. ഏത് ആംഗിളിൽ ഇവിടെ വന്നിരിക്കുമ്പോഴും ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടായിരിക്കും, ടെൻഷൻ ഇങ്ങോട്ടായിരിക്കും ഉണ്ടാവുക, അല്ല ടെൻഷൻ മുകളിലേക്കായിരിക്കും ഉണ്ടാവുക. എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. പെർപെൻഡിക്കുലർ ആണെങ്കിൽ വർക്ക് ഡൺ ഇസ് 0. കിട്ടിയോ? അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ ചെയ്തോളൂ. അതാ ലാസ്റ്റ് സെറ്റ് ഓഫ് ചോദ്യം. വർക്ക് ഡൺ ബൈ ഈ സെറ്റിന്ന് ലാസ്റ്റ് സെറ്റ് കേട്ടോ, ലാസ്റ്റ് ചോദ്യമല്ല. വർക്ക് ഡൺ ബൈ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ് ബോഡി. സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ പ്രത്യേകത, സെൻട്രിപിറ്റൽ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് വർക്ക് ഡൺ ഇസ് ഒന്നും ആലോചിക്കാനില്ല 0. വർക്ക് ഡൺ ബൈ നോർമൽ റിയാക്ഷൻ ആണ് ബോഡി സ്ലൈഡിംഗ് ആണ് ഇൻക്ലൈൻ പ്ലെയിൻ. ഒരു ബോഡി സ്ലൈഡ് ചെയ്യാണ് താഴേക്ക് ഇൻക്ലൈൻ പ്ലെയിനിൽ. നോർമൽ റിയാക്ഷൻ ഇങ്ങോട്ടായിരിക്കും മക്കളെ. നോർമൽ റിയാക്ഷൻ എപ്പോഴും സർഫസിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഡിസ്പ്ലേസ്മെന്റിനോടും പെർപെൻഡിക്കുലർ ആയിരിക്കില്ലേ? യെസ്. നോക്കിക്കേ, ഡിസ്പ്ലേസ്മെന്റും നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സും പെർപെൻഡിക്കുലർ ആണ് 0. നെക്സ്റ്റ് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ആണ് ബോഡി സ്ലൈഡിംഗ് ഇൻ ഇൻക്ലൈൻ പ്ലെയിൻ. ഇതെങ്ങനെ ചെയ്യാം? ഗ്രാവിറ്റി പെർപെൻഡിക്കുലർ ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റ് ഇൻക്ലൈൻ പ്ലെയിനിൽ അല്ല. കാരണം ഗ്രാവിറ്റി ഇങ്ങനെ ആയിരിക്കില്ല ഉണ്ടാവുക, ഗ്രാവിറ്റി നേരെ ഗ്രൗണ്ടിലേക്ക് ആയിരിക്കും ഉണ്ടാവും, mg. അപ്പോൾ ഗ്രാവിറ്റിക്ക് 2 കോമ്പോണൻസ് ഉണ്ടാവും. ഒരു കോമ്പോണന്റ് ഇത് ഇങ്ങോട്ടുണ്ടാവും, ഒരെണ്ണം ഇങ്ങോട്ടുണ്ടാവും. ഈ കോമ്പോണന്റ് ഡിസ്പ്ലേസ്മെന്റ് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് അവൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയാം. ഈ കമ്പോണന്റ്, ഗ്രാവിറ്റിയുടെ ഈ കോമ്പോണന്റ് ഡിസ്പ്ലേസ്മെന്റിനോട് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് അവൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയാം. പക്ഷേ ഗ്രാവിറ്റിയുടെ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ കോമ്പോണന്റ് ഇല്ലേ, അത് ഡിസ്പ്ലേസ്മെന്റ് അതേ ഡയറക്ഷനിലാണ്. സോ വർക്ക് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പോൾ ഗ്രാവിറ്റി മൊത്തത്തിൽ വർക്ക് ചെയ്യുന്ന എത്രയാണ്? പോസിറ്റീവ് വർക്കാണ് ചെയ്യുക. കാരണം ഈ ഒരു കോമ്പോണന്റ് ഡിസ്പ്ലേസ്മെന്റ് അതേ ഡയറക്ഷനാണ്, അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ പോസിറ്റീവ് വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ആണ് ബോഡി സ്ലൈഡിങ് അപ്പ് ആൻഡ് ഇൻക്ലൈൻ പ്ലെയിൻ. അപ്പോൾ ഈ ബോഡി അങ്ങോട്ടേക്കാണ് സ്ലൈഡ് ചെയ്യുന്നതെങ്കിലോ ഗ്രാവിറ്റി അങ്ങോട്ടേക്കാവോ? ഇല്ല, ഗ്രാവിറ്റി ഇങ്ങോട്ട് തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങോട്ടേക്ക് സ്ലൈഡ് ചെയ്തുകൊണ്ട് ഗ്രാവിറ്റി അങ്ങോട്ട് ഉണ്ടാവും? ഇല്ല, ഗ്രാവിറ്റി താഴേക്ക് ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു കോമ്പോണന്റ് ഇങ്ങോട്ട് ഉണ്ടാവും, ഒരു കോമ്പോണന്റ് ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ടും ഉണ്ടാവും. അപ്പോൾ ഗ്രാവിറ്റിയുടെ ഒരു കോമ്പോണന്റ് വാട്ട് എവർ ദിസ് ഇസ് അങ്ങോട്ട്, ഇതെന്താ കോമ്പോണന്റ്? mg sin θ ആണ് വരിക. ഇത് തീറ്റ ആണെങ്കിൽ ദിസ് ഇസ് mg sin θ. വിഷയമായില്ല. ഓക്കെ, ഇനി ഇങ്ങോട്ടൊരു കോമ്പോണന്റ് ഉണ്ടാവും, അങ്ങോട്ടായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. അപ്പോൾ നെഗറ്റീവ് വർക്ക് അല്ലേ ചെയ്യുന്ന ഗ്രാവിറ്റി? യെസ്, ഗ്രാവിറ്റി നെഗറ്റീവ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ റിയാക്ഷൻ ചെയ്യുന്നവർക്ക് എന്താണ്? 0 ആണ്. നോർമൽ റിയാക്ഷൻ എപ്പോഴും എന്താണ്? 90 ഡിഗ്രി ഡിസ്പ്ലേസ്മെന്റ് ആണ്. അത് ഓർത്തിച്ചാണ്. അതുകൊണ്ടാണ് ഈ നോർമൽ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലാക്കാൻ പറ്റണം. ഈ ചോദ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ, ഫോർ ആൻ SHM ടൈം പീരീഡ് ഇസ് t is equal to if displacement from mean position is ഡിസ്പ്ലേസ്മെന്റ് 10 സെന്റിമീറ്റർ ആണെങ്കിൽ കാൽക്കുലേറ്റ് ദ ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ ഇക്വേഷൻ എന്താണ് മക്കളെ? ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ A is equal to മൈനസ് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, ഡയറക്ഷൻ കൂടി വേണമെങ്കിൽ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എടുക്കുക. നിങ്ങൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താലും കുഴപ്പമൊന്നുമില്ല, ഒമേഗ സ്ക്വയർ എക്സ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി പറയാം ഒമേഗ വേണം, എക്സ് വേണം. എക്സ് തന്നിട്ടുണ്ടല്ലോ ഡിസ്പ്ലേസ്മെന്റ് മീൻ പൊസിഷൻ 10 സെന്റിമീറ്റർ. ഒമേഗയ്ക്ക് പകരം ടൈം പീരീഡ് ആണ് കൊടുത്തത്. ഒമേഗ കണ്ടുപിടിക്കാമല്ലോ സാർ. ഒമേഗ ഇസ് ഈക്വൽ ടു 2π ബൈ ടൈം പീരീഡ് ആണ്. കണ്ടുപിടിച്ചേ, 2π ഡിവൈഡ് ബൈ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2 ആണ്. 2π ബൈ 2 കട്ട് ചെയ്താൽ π s raised to -1 ആണ്. π ആണ് നമ്മുടെ ഒമേഗ. അപ്പോൾ നമുക്ക് കിട്ടും A is equal to മൈനസ് പൈ സ്ക്വയർ, കാരണം ഒമേഗ സ്ക്വയർ പൈ സ്ക്വയർ ആണ്, ഇൻറ്റു 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ അവസാന ആൻസർ നിങ്ങൾക്ക് എഴുതാം മൈനസ്, അല്ലെങ്കിൽ ഇങ്ങനെ വൃത്തിക്ക് എഴുതാം മൈനസ് 10 പൈ സ്ക്വയർ. ഇവിടെ നിൽക്കട്ടെ, 10 പൈ സ്ക്വയർ. യൂണിറ്റ് എന്താ വരിക? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പക്ഷേ ഇവിടെ നമ്മൾ സെൻറ്റിമീറ്റർ ഉപയോഗിച്ച സ്ഥിതിക്ക് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നിങ്ങൾ എഴുതണം. ഇത്രയുള്ള സംഭവം, ഇത്രയുള്ള സംഗതി. ഒരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾക്ക് ചെയ്യാൻ. ശരിയല്ലേ? സിമ്പിൾ പരിപാടിയല്ലേ? ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോളില്ലേ? ഓക്കെ. predict the pressure at the bottom of each of these containers. ഈ കണ്ടെയ്നേഴ്സിൻ്റെ ഓരോ കണ്ടെയ്നേഴ്സിൻ്റെയും ബോട്ടത്തിലുള്ള പ്രഷർ നമ്മളൊരു മാനോമീറ്റർ, പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് മാനോമീറ്റർ വെച്ച് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ, എക്സാമിൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക? സെയിം ആണോ ഡിഫറൻ്റ് ആണോ? എവിടെയാണോ ഏറ്റവും മാക്സിമം? മക്കളെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഏറ്റവും കൂടുതൽ വെള്ളമുണ്ട്, ഇവിടെ കുറച്ചുകൂടി കുറവ്, ഇവിടെ തീരെ വെള്ളമില്ല, വളരെ കുറവുള്ളൂ. അപ്പോൾ ഓരോന്നിലെയും വെള്ളത്തിൻ്റെ വെയിറ്റും വോളിയം വ്യത്യാസമുണ്ട്. ഇവിടെ മാക്സിമം വെയിറ്റ്, മാക്സിമം വോളിയം, ഇവിടെ കുറച്ചുകൂടി മീഡിയം, അവിടെ വളരെ കുറവാണുള്ളത്.
എങ്കിൽ പോലും പ്രഷർ എന്തായിരിക്കും മൂന്നിടത്തും സെയിം ആയിരിക്കും. ഇവിടെ പി പ്രഷർ ആണെങ്കിൽ ഇവിടെയും പി ആയിരിക്കും, ഇവിടെയും പി ആയിരിക്കും, ഇവിടെയും പി ആയിരിക്കും. കാരണം പ്രഷർ എന്തിനല്ല ഡിപ്പെൻഡ് ചെയ്യുക? മുകളിൽ കിടക്കുന്ന വെള്ളത്തിൻ്റെ മാസിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുക, മുകളിൽ കിടക്കുന്ന വെള്ളത്തിൻ്റെ വോളിയത്തിനല്ല ഡിപ്പെൻഡ് ചെയ്യുക, മുകളിൽ കിടക്കുന്ന വെള്ളത്തിൻ്റെ ഹൈറ്റിനെയാണ് പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുക. ഹൈറ്റ് ഓഫ് ലിക്വിഡ് കോളത്തിനെ ഡിപ്പെൻഡ് ചെയ്യുക. ആ ഹൈറ്റ് സെയിം ആയിടത്തോളം പ്രഷർ താഴെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതിനാണ് നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് വിളിക്കുക. അപ്പോൾ പരീക്ഷയിൽ നിങ്ങൾ എന്താ എഴുതി കണ്ടത്? പ്രഷർ വിൽ ബി സെയിം അറ്റ് ബോട്ടം ഓഫ് എ ബി സി സിൻസ് പ്രഷർ ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ഹൈറ്റ് ഓഫ് ലിക്വിഡ് കോളം ആൻഡ് നോട്ട് ദി വോളിയം. വോളിയത്തിന് മാസിനല്ല ഡിപ്പെൻഡ് ചെയ്യുക, ഹൈറ്റിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. വെള്ളം എത്ര ഉണ്ടെന്ന് വിഷയമുള്ളല്ല, എത്ര ഹൈറ്റിലുണ്ടെന്ന് മാത്രമേ വിഷയമുള്ളൂ. അതിൻ്റെ ഇക്വേഷൻ എന്താണ് മക്കളെ? എപ്പോഴും താഴത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ മുകളിലത്തെ പ്രഷർ പ്ലസ് എച്ച് റോ ജി ആണ്. അപ്പോൾ മുകളിലത്തെ പ്രഷർ എല്ലാവർക്കും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും, അപ്പോൾ അത് സെയിം ആണ്. പിന്നെ ഡെൻസിറ്റി വെള്ളത്തിന് സെയിം ആണ്, ജി 9.8 ആണ്. എച്ചിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ എച്ച് എത്രത്തോളം കൂടുന്നു അത്രത്തോളം പ്രഷർ കൂടുമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഹൈറ്റ് ഓഫ് ലിക്വിഡ് കോളത്തിനെയാണ്. ഇതിനാണ് നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് വിളിക്കുക. എക്സാമിന് ചോദിക്കും വാട്ട് ഇസ് മെൻ ബൈ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. ഇവിടെ എന്താണ് ഈ പ്രശ്നകരമായുള്ള കാര്യം? പ്രശ്നകരം എന്ന് വെച്ചാൽ വോളിയം കൂടിയാലും മാസ് കൂടിയാലും പ്രഷർ കൂടത്തില്ല, ഹൈറ്റ് കൂടിയാലും പ്രഷർ കൂടത്തില്ല. അതാണ് ഇവിടുത്തെ പാരഡോക്സ്. ദ ലിക്വിഡ് പ്രഷർ ഇസ് സെയിം അറ്റ് ഓൾ പോയിന്റ്സ് അറ്റ് സെയിം ഹൊറിസോണ്ടൽ ലെവൽ. അഥവാ സെയിം ഡെപ്തിൽ സെയിം ഹൈറ്റിൽ സെയിം പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. ഈവൻ ദോ വോളിയം ഓഫ് വാട്ടർ മൈ ബി ഡിഫറെൻറ്റ്. വോളിയം ഓഫ് വാട്ടർ ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും, ഒരേ ലെവലിൽ. ദിസ് ഇസ് ദി ബേസിസ് ഫോർ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. ഇതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സിൻ്റെ അടിസ്ഥാനം എന്ന് സിമ്പിൾ വാക്കിൽ നിങ്ങൾ എഴുതി വെച്ചാൽ സംഭവം സെറ്റാണ്. സിമിലർ ആയിട്ടുള്ള ചോദ്യമാണ് വൈ ഈസ് ബ്ലഡ് പ്രഷർ ഇൻ ഹ്യൂമൻസ് ഗ്രേറ്റർ അറ്റ് ഫീറ്റ് ദാൻ അറ്റ് ഹെഡ്. സിമിലർ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ബ്ലഡ് പ്രഷർ കാലിൽ എന്താണ് തലേനേക്കാളും കൂടുതൽ? മക്കളെ വളരെ സിമ്പിളാണ്. തലയിൽ ലിക്വിഡ് കോളം അഥവാ ബ്ലഡ് കോളത്തിൻ്റെ ഹൈറ്റ് വളരെ കുറവാണ്. കാല് വരെ നോക്കുകയാണെങ്കിൽ ബ്ലഡ് കോളത്തിൻ്റെ ഹൈറ്റ് വളരെ കൂടുതലാണ്. ബ്ലഡ് കോളത്തിൻ്റെ ഹൈറ്റ് കൂടുതലാണെങ്കിൽ ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ് കൂടുതലാണെങ്കിൽ പ്രഷർ കൂടുതലായിരിക്കും. അത്ര എഴുതി വെച്ചാൽ മതി. അറ്റ് ദ ഫീറ്റിൽ ദ ഹൈറ്റ് ഓഫ് ബ്ലഡ് കോളം ഈസ് മോർ കമ്പയർഡ് ടു ദാറ്റ് അറ്റ് ബ്രെയിൻ. മോർ എന്തായിരിക്കും? ബ്രെയിനേക്കാളും മോർ ആയിരിക്കും എന്ന് എഴുതി വെക്കുക, കൂടുതലായിരിക്കും എന്ന് എഴുതി വെക്കുക. പരിപാടി തീർന്നു. കാരണം പ്രഷർ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അടുത്ത ചോദ്യം, വൈ ഡസ് എ വാട്ടർ ഡ്രോപ്പ് ഫോംഡ് ഓൺ എ ലീഫ് ടേക്ക് സ്ഫെറിക്കൽ ഷേപ്പ്? എന്തുകൊണ്ടാണ്? ഇത് എപ്പോഴും ചോദിക്കുന്ന എക്സാമിനുണ്ട് 1 മാർക്കിനൊക്കെ. ഒരു ലീഫിൻ്റെ മുകളിൽ വെള്ളത്തുള്ളി ഉണ്ടായാൽ അതൊന്നും ഉണ്ടലാവുന്നത്, സ്ഫെറിക്കൽ ഷേപ്പ് ആവുന്നതിനാണ്. മനസ്സിലാക്കേണ്ട മക്കളെ, ഈ സ്ഫിയറിനായിരിക്കും ഏറ്റവും ലെസ് സർഫസ് ഏരിയ, ലീസ്റ്റ് സർഫസ് ഏരിയ ഫോർ ഗിവൺ വോളിയം. അതായത് വോളിയം ഫിക്സ്ഡ് ആണെങ്കിൽ ഏറ്റവും കുറവ് സർഫസ് ഏരിയ ഉണ്ടാക്കാൻ പറ്റുന്ന ഷേപ്പ് എന്നാണ് മക്കളെ? ക്യൂബോയിഡ് അല്ല, ക്യൂബല്ല, സിലിണ്ടർ അല്ല, അത് സ്ഫിയർ തന്നെയാണ്. എന്തിനാ സാർ ഏറ്റവും ലീസ്റ്റ് സർഫസ് ഏരിയ ഉണ്ടാക്കുന്നത്? വാട്ടറിന് സർഫസ് ടെൻഷൻ ഉണ്ട്. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എന്താണ്? ഇറ്റ് ഈസ് ദി പ്രോപ്പർട്ടി ടു മിനിമൈസ് സർഫസ് ഏരിയ ഓഫ് ലിക്വിഡ്. അത് വെള്ളത്തിലുണ്ട്, അതുകൊണ്ടാണ് സർഫസ് ഏരിയ കുറയ്ക്കുന്നത്. ഇംഗ്ലീഷിൽ എഴുതി വെക്കുക, ഇറ്റ് ഈസ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ മിനിമൈസസ് സർഫസ് ഏരിയ മിനിമൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. ഫോർ ഗിവൺ വോളിയം സ്ഫിയർ ആസ് മിനിമം സർഫസ് ഏരിയ. ഗിവൺ വോളിയത്തിന് സ്ഫിയർ ആണ് ഏറ്റവും കുറവ് സർഫസ് ഏരിയ, അതുകൊണ്ട് അവൻ ഇന്ന് സ്ഫിയറിന് ഷേപ്പ് എടുക്കുന്നു. അപ്പോൾ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞ വാക്കുണ്ടെങ്കിൽ തന്നെ അവിടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടിക്കോളും. എക്സസ് പ്രഷർ ഇൻസൈഡ് ഓരോന്ന് പറഞ്ഞ മക്കളെ, ലിക്വിഡ് ഡ്രോപ്പാണിത്. ലിക്വിഡ് ഡ്രോപ്പിന് എയറും വാട്ടറും ഒരു സർഫസേ ഉള്ളൂ. അപ്പോൾ എക്സസ് പ്രഷർ എത്രയാണ് മക്കളെ? 2s/r ആണ് എക്സസ് പ്രഷർ. പഠിച്ചു വെച്ചോ. ലിക്വിഡ് ഡ്രോപ്പ് ഉള്ളിൽ വെള്ളമായിരിക്കും, പുറത്ത് എയർ ആയിരിക്കും, ഒരു സർഫസേ ഉള്ളൂ, എയർന്ന് വാട്ടറും. എന്നാൽ സോപ്പ് ബബിൾ ആണെങ്കിലോ അല്ല എന്തെങ്കിലും ലിക്വിഡ് ബബിൾ ആണെങ്കിലോ 2 സർഫസ് ഉണ്ടാവും, എയർ വാട്ടർ എയർ. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ഫിലിം ഉണ്ടാവും അല്ലേ ബബിളിൽ, പുറത്തെ എയർ ഉള്ളിലും എയർ. അപ്പോൾ എയർ വാട്ടർ എയർ 2 സർഫസ് ഉണ്ടാവും. 2 സർഫസിൻ്റെ പ്രഷർ ഡബിൾ ആയിരിക്കും, 4s/r. 2s/r 4s/r. അതേ ലിക്വിഡ് ബബിൾ, ദ എക്സസ് പ്രഷർ ഇൻസൈഡ് ബബിൾ ഫോംഡ് ഇൻ വാട്ടർ. വെള്ളത്തിനുള്ളിലാണ് ബബിൾ ഫോം ചെയ്യുന്നതെങ്കിൽ അവിടെ എത്ര സർഫസ് ഉണ്ടാവുള്ളൂ? പുറത്ത് വെള്ളവും ഉള്ളിൽ എയർ മാത്രമേ ഉള്ളൂ. എയർ ബബിൾ ഉണ്ടായാൽ അവിടെ 2 സർഫസ് ഇല്ല, ഒരു സർഫസേ ഉള്ളൂ. ഒരു സർഫസ് ഉള്ളതുകൊണ്ട് പ്രഷർ ഇസ് 2s/r തന്നെ. അപ്പോൾ ശ്രദ്ധിക്കണം, ബബിൾ ഫോംഡ് ഇൻസൈഡ് വാട്ടർ 2s/r ഉള്ളൂ. വെറും പുറത്ത് എയറിൽ ഫോം ചെയ്യുന്ന സോപ്പ് ബബിളോ എയറിൽ ഫോം ചെയ്യുന്ന ലിക്വിഡ് ബബിൾ ആണെങ്കിൽ 4s/r ആയിരിക്കും ഓർത്ത് വെക്കുക. അപ്പോൾ എവിടെ ബബിൾ ഫോം ചെയ്യുന്നു എന്നുള്ള കാര്യം ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, എക്സാമിൽ ഒരു ചോദ്യം വരികയാണ്, കാൽക്കുലേറ്റ് ദി എക്സസ് പ്രഷർ ഇൻസൈഡ് എൻ എയർ ബബിൾ ഓഫ് റേഡിയസ് 1 millimeter ഫോംഡ് ജസ്റ്റ് ബിലോ ദി ഫ്രീ സർഫസ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ് മക്കളെ? ജസ്റ്റ് ബിലോ ദ ഫ്രീ സർഫസ് ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ ഫ്രീ സർഫസിൽ ഇവിടെ ഉണ്ടായ ഇവൻ്റെ പ്രഷറാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്, എക്സസ് പ്രഷർ. വെള്ളത്തിനുള്ളിലുണ്ടായ എക്സസ് പ്രഷർ ഇതിലാണ്. ഇതാണോ 2 ആണോ 3 ആണോ? 3 ആണ് വെള്ളത്തിനുള്ളിൽ. 2s/r ഉള്ള എക്സസ് പ്രഷർ. അപ്പോൾ എഴുതുക, എക്സസ് പ്രഷർ ഇസ് ഈക്വൽ ടു 2s/r. ഇട്ട് കൊടുക്കുക. 2 × s എത്രയാണ്? 72 × 10⁻³ റേഡിയസ് എത്രയാണ്? 1 millimeter, ദാറ്റ് ഇസ് 10⁻³ കട്ട് 2 × 72 144 പാസ്കൽ. ഇതാണ് വരിക. ഇത്രയുള്ള സംഭവം. ഇതേ ബബിള് ഒരു എയർ ബബിൾ ആയിരുന്നെങ്കിലോ, എയറിൽ ഫോം ചെയ്യുന്ന ബബിൾ ആണെങ്കിലോ
ഇതിന് ഡബിൾ ഉണ്ടാവും. പ്രഷർ എത്രയായിരിക്കും? 144. എയറിലായിരുന്നു ഫോം ചെയ്തെങ്കിൽ, അത് പുറത്ത് എയർ ഉള്ളിൽ എയർ, ഇത് വാട്ടർ ആണെങ്കിൽ എന്താ പ്രഷർ ഉണ്ടാവുക മക്കളെ? ഇതിൻ്റെ ഡബിൾ ആയിരിക്കും, 4s/a ആയിരിക്കും. അതായത് ഇതിൻ്റെ ഡബിൾ 144 × 2 ആയിരിക്കും. ഡെൽറ്റ പി വിൽ ബി ഈക്വൽ ടു 144 × 2. ഓർത്തുകൊണ്ട് ഇതിന് ഡബിൾ ആയിരിക്കും ഉണ്ടാവും, മനസ്സിലാക്കാം. സോപ്പ് ബബിളോ അല്ലെങ്കിൽ എയറിൽ ഫോം ചെയ്യുന്ന ലിക്വിഡ് ബബിൾ എന്നോ പറഞ്ഞാൽ. ഇനി ഫ്രീ സർഫസിന് താഴെയാണെങ്കിലോ, ഇപ്പോൾ ഫ്രീ സർഫസിൽ ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമുക്ക് ജസ്റ്റ് കണ്ടുപിടിക്കാം. ഇനി ഇവിടെ അല്ല ഉണ്ടായത്, ഇവിടെ വല്ലതാണ് ഉണ്ടായെങ്കിലോ, അപ്പോൾ ഈ എക്സസ് പ്രഷർ ഉണ്ടാവും. പിന്നെന്താണ്, ഇവിടെ ഒരു എക്സ്ട്രാ പ്രഷർ ഉണ്ടാവില്ലേ, എച്ച് റോജിയും കൂടെ ഉണ്ടാവും. അപ്പോൾ എച്ച് റോജിയും കൂടെ ഇടണം, അത്രേ ഉള്ളൂ. എത്ര ഹൈറ്റിലാണോ ഉള്ളത്, ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു ജിയും കൂടി ഇട്ടെടുത്താണ്. എടോ എക്സസ് പ്രഷർ എത്ര തന്നെയായിരിക്കും, ഇത്ര തന്നെയായിരിക്കും. പക്ഷേ ഈ വെള്ളത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഒരു എക്സ്ട്രാ പ്രഷറും കൂടി വരും. ആ എക്സ്ട്രാ പ്രഷർ എത്രയാണ്? ഈ വെള്ളത്തിൻ്റെ ഈ ഹൈറ്റ് ലിക്വിഡ് കോളത്തിൻ്റെ പ്രഷർ, അത് എച്ച് റോജി. അപ്പോൾ എച്ച് റോജിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത പരിപാടി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നേ വരെ പരീക്ഷയിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. പക്ഷേ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞുതരാൻ പാടുണ്ടോ? ആ എച്ച് റോജിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ പോരെ? അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ക്ലിയർ ആണ് മക്കളെ? ചോദ്യം പിടിക്കുക. ഡിവൈസ് യൂസ് ടു മെഷർ പ്രഷർ ഓഫ് ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡിൻ്റെ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് മക്കളെ മാനോമീറ്റർ. അങ്ങനെയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആരാണ്? ബാരോമീറ്റർ. വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആരാണെന്ന്? വെഞ്ചുറി മീറ്റർ. വെഞ്ചുറി മീറ്റർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്? ബെർണൂളിസ് പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സെറ്റാണ്, മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ചോദ്യം പിടിക്കുക. നെയിം 2 factors on which moment of inertia of a body depends. Moment of inertia നിനക്ക് ഡിപ്പെൻഡ് ചെയ്യുക, മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് അറൗണ്ട് ആക്സ് ഓഫ് റൊട്ടേഷൻ ഡിപ്പെൻഡ് ചെയ്യും. ദൂരെയാണ് ഡിസ്ട്രിബ്യൂട്ട് എങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുതലായിരിക്കും, അടുത്താണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറവായിരിക്കും. ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ബോഡി ആൻഡ് ഓൾസോ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഏത് ആക്സിസ് എടുക്കുന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഡിസ്കിൻ്റെ പെർപെൻഡിക്കുലർ ആക്സിസിൻ്റെ mr²/2 ആണെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ ആക്സിസിൻ്റെ mr²/4 ആണ്. അപ്പോൾ ആക്സിസ് ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദാ, find the distance covered from t is equal to 0 to t is equal to 10 seconds. മക്കളെ, ദിസ് ഇസ് എ സ്പീഡ് ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ എന്തെടുത്താലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുക? ഏരിയ എടുത്താലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുക. സ്പീഡ് ടൈം ആണെങ്കിൽ ഏരിയ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുമായിരിക്കും മക്കളെ? ഡിസ്റ്റൻസ് കിട്ടും. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടാനൊന്നുമില്ലല്ലോ. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ് ഒക്കെ സെയിം ആയിരിക്കും സ്ട്രൈറ്റ് ലൈൻ മോഷനിൽ പോവുകയാണെങ്കിൽ. അപ്പോൾ ഇവിടെ എന്താ ഡിസ്റ്റൻസ് കിട്ടും? ഏരിയ എടുത്തേ. ഡിസ്റ്റൻസ് എസിക്വൾ എത്ര കിട്ടുക? ഏരിയ എടുക്കുക, അതിലുള്ളൂ. വേറെ ഒന്നും ആലോചിച്ചുകൊണ്ടിരിക്കാനൊന്നുമില്ല. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എത്രയാണ്? 10 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് ഇത്ര 12. ഹാഫ് ഇൻറ്റു 12 6, 6 ഇൻറ്റു 10 60 മീറ്റർ ആയിരിക്കും ഇവൻ ഈ മൊത്തം സഞ്ചരിച്ച ഡിസ്റ്റൻസ്. അത്രേ ഉള്ളൂ. ഫൈൻ ദി ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ അത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? വി ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? 60 മീറ്റർ അല്ലേ ടോട്ടൽ ഡിസ്റ്റൻസ്? ടൈം എത്രയാണ്? 0 to 10 seconds. 6 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? 6 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ ഇവൻ്റെ ആവറേജ് സ്പീഡ്? കഴിഞ്ഞു. ഇനി ഇതേ ഗ്രാഫ് എന്ന് അവർ ചോദിക്കുകയാണ് 0 to 5 seconds, 0 മുതൽ 5 seconds വരെയുള്ള ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? വെലോസിറ്റി ടൈം ഗ്രാഫ് ആയിരുന്നെങ്കിൽ സ്ലോപ്പ് എടുത്താലാണ് ആക്സിലറേഷൻ കിട്ടുക. വെലോസിറ്റി ടൈം ഗ്രാഫ്. സ്പീഡ് ടൈം ഗ്രാഫിന് സ്ലോപ്പ് എടുത്താൽ കിട്ടും. കാരണം സ്പീഡ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പോൾ ഇവിടുന്ന് അവിടെയുള്ള സ്ലോപ്പ് എടുക്കുക പരിപാടി തീരും. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. അപ്പോൾ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു സ്ലോപ്പ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് നമ്മൾ? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ് വരിക. ഡെൽറ്റ വൈ ഡെൽറ്റ എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ഗ്രാഫ് നോക്കിയാൽ മതി മക്കളെ. ഇത്രയുള്ള പരിപാടി. ഇവിടുന്ന് അവിടേക്ക് പോകുമ്പോൾ ഇതാണ് ഡെൽറ്റ എക്സ്. ഇത് ഇങ്ങോട്ട് പോകുന്ന ഡെൽറ്റ എക്സ്, മല കയറുന്നതാണ് ഡെൽറ്റ വൈ. ഇത്ര ആലോചിച്ചാൽ മതി. ഇത് ഡെൽറ്റ എക്സ്, ഇത് ഡെൽറ്റ വൈ. ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് 12, ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ 5. 12/5 എന്ന് പറഞ്ഞാൽ 2.4 അല്ലേ? 2.4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കാൽക്കുലേറ്റർ ഒന്ന് വെരിഫൈ ചെയ്തോട്ടെ. 12/5. യെസ്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ആക്സിലറേഷനോ -2.64 ആയിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. കാരണം ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ 12 0 പോകണം അല്ലേ? അല്ലടോ, ഇവിടുന്ന് ഇങ്ങോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇറങ്ങണം, പിന്നെ ഇങ്ങനെ പോകണം. ഇങ്ങനെ പോയത് ഡെൽറ്റ എക്സ് എത്ര? 5 തന്നെയാണ്. ഇറങ്ങിയത് എത്രയാണ്? -12 ആണ്. അപ്പോൾ -12/5 കിട്ടും. -12/5 എന്ന് പറഞ്ഞാൽ -2.6 വിച്ച് മേക്സ് സെൻസ്. കാരണം സ്പീഡ് കുറയല്ലേ, ആക്സിലറേഷൻ നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാനുള്ളത്. ലൈവ് കഴിഞ്ഞോ? ഇല്ല, ദിൽഷ മിസ്സിനും കൂടെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. ഓക്കെ, ആ ചോദ്യങ്ങളോട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സമാധാനപരമായിട്ട് പോയി പരീക്ഷ എഴുതാം. വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. സമയം കിട്ടുമെങ്കിൽ മാത്രം എന്തെങ്കിലുമൊക്കെ വായിച്ചു നോക്കുക. വായിച്ചു നോക്കുന്ന ടെൻഷൻ കൂട്ടുന്ന സ്വഭാവക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളത് ചെയ്യരുത്. വായിച്ചു നോക്കുന്നതുകൊണ്ട് കോൺഫിഡൻസ് കൂടുകയുള്ളൂ എന്നാണെങ്കിൽ നിങ്ങളത് ചെയ്യുക.
ഓക്കെ, അപ്പോൾ ഞാൻ പരീക്ഷയുടെ ഹോളിൽ കയറുന്നതിന് മുമ്പ് വായിച്ച് നോക്കേണ്ട ഒന്നും പറയുന്നില്ല. നിങ്ങൾക്കത് ടെൻഷൻ കൂട്ടുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളത് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ വെറുതെ അനാവശ്യമായി ടെൻഷൻ ഉണ്ടാക്കുകയുള്ളൂ. നിങ്ങൾക്കത് കുഴപ്പമില്ല, അവസാനം വരെ ഇങ്ങനെ അങ്ങനെ കയറുന്നതിന് മുൻപ് വരെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരുന്നെങ്കിൽ നിങ്ങളത് ചെയ്തോളാം. അത്രേ പറയാനുള്ളൂ. പക്ഷെ എന്തൊക്കെ ചെയ്യണം മക്കളെ? ഒരു 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 പരീക്ഷ ഹോളിൽ കയറി ഒന്ന് ശ്വാസമൊക്കെ വലിച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട്. അത്രേ പറയുന്നുള്ളൂ. സിമ്പിളായിരിക്കും, ധൈര്യമായിട്ട് എഴുതുക. ഇനി എങ്ങാനും ടഫ് ആവുകയാണെങ്കിൽ തന്നെ എല്ലാ ചോദ്യത്തിനും എക്സാമിനറിൻ്റെ കുട്ടികൾക്ക് ആൻസർ ഉണ്ടാവണം, എന്തെങ്കിലും എഴുതി വെക്കണം. അതിനുള്ള വിവരമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എത്ര ഡിഫിക്കൽട്ട് പരീക്ഷയാണെങ്കിലും ഓരോ ചോദ്യത്തിനും അതിൻ്റെ ഫോർമുല ആയിക്കോട്ടെ, തന്ന കാര്യങ്ങളായിക്കോട്ടെ, എന്തെങ്കിലും വലിച്ചു വാരി എഴുതാൻ വേണ്ടിയിട്ടെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അതിനുള്ള എല്ലാ നോളജും നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഒന്നും എഴുതാതെ പോരുത്. കാരണം പരീക്ഷ ടഫാണെങ്കിൽ തന്നെ ഇവാലുവേഷൻ അവർ സിമ്പിളാക്കും. പക്ഷെ അപ്പോഴും എന്തെങ്കിലുമൊക്കെ പേപ്പറിൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടെങ്കിലല്ലേ മാർക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളൂ. ഈ യുദ്ധം നമ്മൾ പൊളിക്കും. ഓക്കെ, ഇപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക മക്കളെ, ഇനി ദിൽഷാംസിനെ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുക. പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ദിസ് വാസ് ആർ ലാസ്റ്റ് +1 ഫിസിക്സ് ലൈവ്. പക്ഷേ എനിക്ക് ഓവർ സങ്കടമൊന്നുമില്ല. കാരണം എന്താണ്, നമ്മൾ +2 ഇനി മീറ്റ് ചെയ്യും. +2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. കാരണം +2 ലൈവ് ഒക്കെ ഇനിയിപ്പോൾ അവിടെ ആയിരിക്കും ഉണ്ടാവുക. നമ്മളിനിയും ഒരു വർഷം കൂടി പഠിക്കാനുള്ളവരാണ്. അപ്പോൾ നമുക്ക് ഓവർ സെൻറ്റിമെൻറ്റ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. +2 കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഇറക്കാം. ഇവിടെ അതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് ഇനിയും പഠിച്ചുകൊണ്ടിരിക്കാം. പിന്നെ +2 ബാച്ചിൽ എക്സാമിനറും കൂടെ പഠിക്കാൻ ആഗ്രഹമുണ്ട്. താഴെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ബാച്ചിൽ ജോയിൻ ചെയ്താൽ പഠിക്കുകയാണെങ്കിൽ വേറെ ലെവൽ ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അത്രേ പറയുന്നുള്ളൂ, കുറേയൊന്നും പറയുന്നില്ല. ജോയിൻ ചെയ്യണം, ജോയിൻ ചെയ്യുക. ഓക്കെ, അത്രേ പറയാനുള്ളൂ മക്കളെ. പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അയച്ചു തരിക. നമ്മുടെ ഒന്നുകിൽ അലൻ സാറിന് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻറ്റ് റിലേഷൻ അയച്ചു കൊടുക്കുക. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചാൽ ഞാൻ തുറന്നു നോക്കാറില്ല. അപ്പം അയച്ചു കൊടുക്കുക, നമുക്ക് ടീമിന് അയച്ചു തരിക. ക്വസ്റ്റ്യൻ പേപ്പർ കാണണം. അതേസമയം എന്താണ്, ഈ ലൈവിൻ്റെ താഴെയോ ഇന്നലത്തെ ലൈവിൻ്റെ താഴെയോ എവിടെയും പോയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ, ലൈവൊക്കെ യൂസ്ഫുൾ ആയോ, ചോദ്യങ്ങളൊക്കെ വന്നോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് അറിയിക്കുക. അത്രേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല മക്കളെ. നമുക്ക് എന്ത് ചെയ്യാം, ഇനി കാണും നമ്മൾ. ഓക്കെ, അപ്പോൾ അത്രയും പറയുന്നുള്ളൂ. ദിൽഷാംസിനെ എന്ത് ചെയ്യുക, ഒന്നും കൂടി എല്ലാവരും ലൈവിലേക്ക് സ്വാഗതം ചെയ്യുക. ഹാർട്ട് മോജി ഇട്ടിലെ ലൈവിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യാം. മിസ് കയറി വരുന്നതായിരിക്കും. ഓക്കെ, മക്കളെ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ ആണോ? ഹലോ ഹലോ ഹലോ, റെഡി ആണോ? യെസ്. അപ്പോൾ സോറി മക്കളെ, സോറി വളരെയധികം സോറി. യെസ്, ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് വേഗം പോവാം. നിങ്ങൾ ഒന്നും കേട്ടില്ല എന്ന് മിസ്സിന് അറിയാം. അപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണല്ലേ. അപ്പോൾ വേഗം മിസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, വേഗം ക്വസ്റ്റ്യൻസ് പറയാം. അപ്പം ആദ്യം ഞാൻ പറഞ്ഞത് ഫിൽ ദ അല്ലേ, താഴെയുള്ള എന്താണ് കുറച്ച് എന്താണ് ബേസ് യൂണിറ്റ് ഉണ്ട്, അതിന്റെ SI യൂണിറ്റ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലെങ്ത്തിന്റെ ആണെങ്കിൽ മീറ്റർ ആണ്, മാസ് ആണെങ്കിൽ കിലോഗ്രാം ആണ്, ടൈം ആണ് അല്ലെ, സെക്കൻഡ് എന്ന് പറയുന്നത് ടൈം ആണ്, ആംപിയർ ആണെങ്കിൽ ഇലക്ട്രിക് കറണ്ട് ആണ്, ദെൻ തെർമോഡൈനാമിക് ടെമ്പറേച്ചർ ആണെങ്കിൽ കെൽവിൻ ആണ്, മോൾ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ ആണ്, ആൻഡ് കാൻഡില എന്ന് പറയുന്നത് ലൂമിനസ് ഇന്റൻസിറ്റിന്റെ ആണ്. ഓക്കെ ആണല്ലോ, റെഡി? അപ്പൊ മക്കളെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചെറിയ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആയതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ആ പോയ ആൾക്കാരെ ഒക്കെ വിളിച്ചു വരാം. മിസ് വേഗം ഒരു 1/2 മണിക്കൂറിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇന്ന് നമ്മളുടെ എക്സാം
ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് എഴുതേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ലോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇടയ്ക്കൊക്കെ വരുമല്ലോ, അപ്പൊ സാരില്ല. ഓക്കെ, ഇനി അടുത്തത് നോക്കുക, എസ് യൂണിറ്റ് ആൻഡ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് എനർജി ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എസ് എനർജി എന്ന് പറയുമ്പോൾ ml²T⁻² ആണ്, ആൻഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂൾ ആണെന്ന് മനസ്സിലാക്കുക. എനർജിനെ പോലെ തന്നെ ചോദിക്കുന്നതാണ് പവർ എന്ന് പറയുന്നത്. പവറിന്റെ യൂണിറ്റ് എന്താ മക്കളെ, ml²T⁻³ ആണ്. അതുപോലെ തന്നെ അതിന്റെ എസ് യൂണിറ്റ് ആണെങ്കിൽ വോട്ട് ആണ് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, റെഡി, മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഒരു സെക്കൻഡ് മക്കളെ. യെസ്, ഓക്കെ, യെസ്, അടുത്ത യൂണിറ്റ് നോക്കുക. സ്റ്റേറ്റ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇൻ ദ ഫോളോയിങ് എന്നാണ് പറഞ്ഞിട്ട് താഴെ തന്നിരിക്കുന്ന സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കോ, ഇവിടെ ആണെങ്കിൽ നോൺ ഡെസിമൽ ആയിട്ടുള്ള നമ്പർ ആണ്. സോ ഫസ്റ്റ് നോൺ സീറോ ടു ലാസ്റ്റ് നോൺ സീറോ 4 ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ ടു ലാസ്റ്റ് നോൺ സീറോ എത്രയാ, 3 ആണ് വരിക. ഇവിടെ ആണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ ടു ലാസ്റ്റ് നോൺ സീറോ 1 2 3 4 5 ആണ് വരിക. ഇവിടെ ആണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ ടു ലാസ്റ്റ് നോൺ സീറോ 4 ആണ് വരിക. ഓക്കെ, അപ്പൊ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിൽ നിന്നും ഒരു ചോദ്യം എപ്പോഴും ചോദിക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അടുത്ത് ചോദിക്കുക പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി സ്റ്റേറ്റ് ചെയ്യാനാണ്. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി സ്റ്റേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്, നമുക്കറിയാം സെയിം ആയിട്ടുള്ള ഡയമെൻഷണൽ ക്വാണ്ടിറ്റീസ് ഉള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റുള്ളൂ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ മനസ്സിലാക്കുക, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്താണ്, ഓൺലി ദ ക്വാണ്ടിറ്റീസ് വിത്ത് ദ സെയിം ഡയമെൻഷണൽ ഫോർമുല ക്യാൻ ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ സെയിം ആയിട്ടുള്ള ഡയമെൻഷണൽ ഫോർമുല ഉള്ള ആൾക്കാരെ മാത്രമേ കൂട്ടാനും കുറയ്ക്കാനും പറ്റുള്ളൂ. ഇനി അതിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ യൂസ് ചോദിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, എന്താ, ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അല്ലെ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിന്റെ ഇക്വേഷനെ നമുക്ക് അറൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഒരു യൂണിറ്റിനെ മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റാൻ വേണ്ടി പോലും പറ്റും. ഓക്കെ ആണല്ലോ, റെഡി? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്ത് ചെയ്യുക, എന്താണ് എന്ന് എഴുതി കൊടുക്കുക. അപ്പൊ മിസ് നേരത്തെ പറഞ്ഞ സാധനം അതേപോലെ എഴുതി കൊടുത്താൽ മതി. അടുത്ത നോക്കുക, യൂസിംഗ് ദ പ്രിൻസിപ്പിൾ ചെക്ക് വെദർ ദ ഫോളോവിംഗ് ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അതായത് ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നോക്കിക്കോ, ഹാഫ് mv² ഈസ് ഈക്വൽ ടു എന്താ മക്കളെ, mgh ആണ്. അപ്പൊ ഇതിന്റെ സെയിം ഡയമെൻഷൻ ആയിരിക്കണം ഇതും. അങ്ങനെയാണെങ്കിലാണ് ഇത് ഡയമെൻഷനലി കറക്റ്റ് എന്ന് അറിയാലോ. m എന്ന് വെച്ചാൽ മാസ് ആണ്, m v എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, L⁻⁻1 ആണ്. അപ്പൊ ഇതിന്റെ സ്ക്വയർ എടുക്കാൻ മറക്കരുത്. m എന്ന് വെച്ചാൽ m തന്നെയാണ്, g എന്ന് വെച്ചാൽ L⁻⁻2 ആണ്, h എന്ന് വെച്ചാൽ എന്താ, ഹൈറ്റ് ആണ്, സോ ലെങ്ത് തന്നെ. അപ്പൊ m എന്ന് വന്നു, L-ന്റെ സ്ക്വയർ L², T⁻²ന്റെ സ്ക്വയർ T⁻². അപ്പൊ ഇവിടുത്തെ ആളെ കിട്ടി. അപ്പുറത്ത് നോക്കുക, m L-ഉം L² ആണ്, T⁻² ആണ്. അപ്പൊ എന്ത് പറയാം, ഡയമെൻഷനലി കറക്റ്റ്. കിട്ടിയോ ഡയമെൻഷനലി കറക്റ്റ് എന്ന് കിട്ടിയോ മക്കളെ? റെഡി? ഓക്കെ ആണോ? യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വേറൊന്നുമല്ല, നമുക്ക് ഒരു ഇക്വേഷന് ഡിറൈവ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അതും കൂടെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കാം, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന മാസിനെയും വെലോസിറ്റി ആണ്. യൂസിംഗ് ദ പ്രിൻസിപ്പിൾ ഡിറൈവ് ദ ഇക്വേഷൻ കൈനറ്റിക് എനർജി എന്നാണ് ചോദിച്ചത്. അപ്പൊ കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താ, m⁻⁴ v⁻⁵ എന്ന് പറയാം. എന്തിനൊക്കെ ക്വാണ്ടിറ്റീസിനെയാണോ തന്നിരിക്കുന്നത് അതിന് ഒരു ⁻⁴ അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരാളുണ്ടെങ്കിൽ ⁻c കൊടുക്കുക. ഇനി നമുക്കറിയാം പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ അവിടെ കോൺസ്റ്റന്റ് കൊടുക്കുക, m⁻⁴ v⁻b. ഇനി കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷൻ എന്താ മക്കളെ, ml² T⁻² ആണ് അല്ലെ. എനർജി ആയതുകൊണ്ട് തന്നെ ml² T⁻² ആണ്. ഈസ് ഈക്വൽ ടു c എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ആണ്, ഡയമെൻഷൻ ഇല്ല. m ആവുമ്പോൾ m⁻⁴ ആണ്. v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L⁻⁻1 എന്ന് വരും. അപ്പോ ml² T⁻² ഈസ് ഈക്വൽ ടു ഇവിടെ എന്താ, m⁻⁴ L⁻b T⁻⁻b. സെറ്റ് ആണോ? T⁻⁻b സെറ്റ് ആണോ? ഇനി എന്ത് ചെയ്യാ, ഇതിന്റെ
പവേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ m⁻1 ആണ്, ഇവിടെ m⁻a ആണ്. സോ a is equal to 1 എന്ന് എഴുതാം. ഇവിടെ l സ്ക്വയർ ആണ്, അപ്പൊ ഇവിടെ b ആണ്. എന്ത് പറയാം, b is equal to 2 എന്നും പറയാം. അപ്പൊ a is equal to 1, b is equal to 2 കിട്ടിയോ? a is equal to 1, b is equal to 2 കിട്ടിയോ മക്കളെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ദാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. k is equal to c m⁻1 v സ്ക്വയർ എന്ന് വരും അല്ലെ. അപ്പൊ k is equal to എന്താ, c m v സ്ക്വയർ എന്ന് വരും. ഇത്രയേ ഉള്ളൂ. റെഡി സെറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കുക. ലിസ്റ്റ് ദ ടു രണ്ട് ലിമിറ്റേഷൻ ഓഫ് എന്താ ചോദിച്ചിരിക്കുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി രണ്ട് എന്താണ് ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ, ഡൈമെൻഷൻലെസ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഡൈമെൻഷണൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയാം. ട്രിഗ്നോമെട്രിക് എക്സ്പോണൻഷ്യൽ ലോഗരിതമിക് ടേംസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഡൈമെൻഷണലി കറക്റ്റ് ആണോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഇക്വേഷൻ ശരിയാണോ അല്ലേ എന്നുള്ള കാര്യം ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. സെറ്റ് റെഡി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോക്കാം. ടു സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയം വിത്ത് തേർഡ് സിസ്റ്റം ഈസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ എന്നാണ് ചോദിച്ചത്. ഐഡന്റിഫൈ ദ ലോ ഗിവൻ അല്ലെ. മുകളിൽ തന്നിരിക്കുന്നത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് മക്കളെ? ദാറ്റ് ഈസ് സീറോത്ത് ലോ ആണ്. ഓക്കെ, സീറോത്ത് ലോ ആണ് കേട്ടോ, സീറോത്ത് ലോ. ഓക്കെ, സീറോത്ത് ലോ ആണെന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം നോക്കിക്കോ. സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നാണ് ചോദിച്ചത്. തെർമോഡൈനാമിക്സിന്റെ ആദ്യത്തെ ലോ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒന്നുമില്ല, ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഹീറ്റ് എനർജി കൊടുക്കുകയാണ് അല്ലെ. ഒരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് എനർജി കൊടുക്കുകയാണെങ്കിൽ ആ ഹീറ്റ് എനർജി എന്തൊക്കെയായിട്ടാണ് മാറുന്നത്? അതിന്റെ ഇന്റേണൽ എനർജിയും വർക്ക് ഡണ്ണുമായിട്ടാണ് മാറുന്നതെന്ന് മനസ്സിലാക്കുക. അതിന്റെ ഇക്വേഷൻ എഴുതാൻ പഠിക്കുക. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് എഴുതി കൊടുക്കുക. റെഡി സെറ്റ് ആണോ? യെസ്. ഇനി നോക്കുക, അതിന്റെ അടിയിൽ അതിന് വെച്ചിട്ട് ഒരു പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? an electrical heater supplies heat to the system at a rate of 100 joules per second. അതായത് അവിടെ കൊടുത്തിരിക്കുന്ന ഹീറ്റ് ആണ്, ഡെൽറ്റ ക്യൂ ആണ് 100 joules per second എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത നോക്കുക. if the system performs work അല്ലെ, വർക്ക് തന്നിട്ടുണ്ട് എത്രയാ, 75 joule per second എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദി ഇന്റേണൽ എനർജി ഇൻക്രീസ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്റേണൽ എനർജി ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നോക്കിക്കോ. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് വന്നു. ഓക്കെ, ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു വന്നില്ലേ? അപ്പൊ ഇവിടെ നിന്ന് ഡെൽറ്റ യു അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു, അതായത് 100 മൈനസ് 75 എത്രയാ മക്കളെ? 25 എന്ന് വന്നു. സെറ്റ് ആണോ? കിട്ടുന്നുണ്ടോ? ഓക്കെ ആണോ? അപ്പൊ 25 എന്ന് വന്നു. ഇനി നോക്കുക. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ആൻ ഐസോതെർമൽ പ്രോസസ്. എന്താണ് മക്കളെ ഐസോതെർമൽ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ഐസോതെർമൽ പ്രോസസ് എന്ന് പറയാ. അത് അല്ലെ, അതിന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത്? PV ഈസ് ഈക്വൽ ടു NRT അല്ല, PV ഈസ് ഈക്വൽ ടു NRT. അപ്പൊ T കോൺസ്റ്റന്റ് ആവും. അപ്പൊ നമുക്ക് PV ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് എഴുതാം അല്ലെ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യം വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ് ആണ്. ഒന്നുമില്ലെങ്കിൽ അഡിയബാറ്റിക് ഐസോതെർമലിന്റെ ഏതെങ്കിലും ഒരു വർക്ക് ഡൺ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ അത് പഠിച്ചു വെച്ചോ. അതായത് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു NRT ലോഗ് V2/V1 എന്ന് പറയുന്ന ഇക്വേഷൻ വരെയുള്ള ഡെറിവേഷൻ ആണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിട്ട് പോവാ. അടുത്ത നോക്കുക. എ കാർനോട്ട് എഞ്ചിൻ ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ ദ ടെമ്പറേച്ചർ 398 Kelvin and 293 Kelvin. ഫൈൻഡ് ഇറ്റ്സ് എഫിഷ്യൻസി എന്നാണ് ചോദിച്ചത്. എഫിഷ്യൻസി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് T2/T1 ആണ്. ഓക്കെ, 1 മൈനസ് T2/T1 ആണ്. അപ്പൊ 1 മൈനസ് T2 എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? ഇവിടെ 293 ആണ്. ആൻഡ് T1 എന്ന് വെച്ചാൽ 398 ആണ്. അപ്പൊ 293 ഡിവൈഡഡ് ബൈ 398 ചെയ്യാം. എത്ര കിട്ടാ? ഏകദേശം 0.26 എന്ന് കിട്ടും. കിട്ടിയിട്ടുണ്ടോ? 0.26 എന്നാണ് കിട്ടുക. ഓക്കെ, റെഡി? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവാം. തെർമോഡൈനാമിക് പ്രോസസ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ മക്കളെ പറയാ? തെർമോഡൈനാമിക് പ്രോസസ് എന്ന് വെച്ചാൽ ഒരു ഗ്യാസ് സിസ്റ്റത്തിന്റെ പ്രഷറിലോ വോളിയത്തിലോ ടെമ്പറേച്ചറിലോ എന്തിലെങ്കിലും ചേഞ്ച് വരുത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എനി പ്രോസസ് ഇൻ വിച്ച് ദർ ഈസ് സം ചേഞ്ച് ഇൻ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം അല്ലെ. ഒരു സിസ്റ്റത്തിൽ ടെമ്പറേച്ചർ അല്ലെ, വോളിയം അതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാലും നമുക്ക് എന്ത് പറയാം? അത് തെർമോഡൈനാമിക് പ്രോസസ് ആണെന്ന് പറയാം. 4 തെർമോഡൈനാമിക് പ്രോസസ്സുകൾ നമുക്ക് പഠിക്കാനുള്ളത്. ഐസോതെർമൽ ആണെങ്കിൽ എന്താ മക്കളെ കോൺസ്റ്റന്റ്? ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ്. ഐസോബാരിക് ആണെങ്കിൽ അവിടെ എന്താ കോൺസ്റ്റന്റ്? പ്രഷർ ആണ് കോൺസ്റ്റന്റ്. ഇനി ഐസോകോറിക് പ്രോസസ് ആണെങ്കിൽ വോളിയം ആണ് കോൺസ്റ്റന്റ് കേട്ടോ. വോളിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സുകളെയാണ് നമ്മൾ ഐസോകോറിക് പ്രോസസ് എന്ന് പറയുന്നത്. അഡിയബാറ്റിക് പ്രോസസ് ആണെങ്കിൽ അവിടെ എന്താ? ഹീറ്റ് എക്സ്ചേഞ്ച് ആണ് നടക്കാത്തത്. അപ്പൊ ഹീറ്റ് കോൺസ്റ്റന്റ് ആണ് എന്ന് മനസ്സിലാക്കുക. റെഡി? ക്ലിയർ?
ഓക്കെ ആണല്ലോ? യെസ്, വെരി ഗുഡ്. നോ ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന് നമുക്ക് പറയാം. അടുത്ത ചോദ്യം നോക്കുക. ഡിഫൈൻ ഐസോകോറിക് പ്രോസസ്. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഡ്യൂറിംഗ് ദിസ് പ്രോസസ് എന്നാണ് ചോദിച്ചത്. എന്താണ് ഐസോകോറിക് പ്രോസസ്? വോളിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ് കേട്ടോ. വോളിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐസോകോറിക് പ്രോസസ് എന്ന് വിളിക്കുന്നത്. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഡ്യൂറിംഗ് ദ പ്രോസസ് എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എന്താ മക്കളെ? PdV ആണ്. അതായത് ചേഞ്ച് ഇൻ വോളിയം. ചേഞ്ച് ഇൻ വോളിയം 0 ആയി പോയില്ലേ? അപ്പൊ വർക്ക് ഡൺ എന്താ? 0. ഓക്കെ, വർക്ക് ഡൺ ഇൻ ആൻ ഐസോകോറിക് പ്രോസസ് ഈസ് വട്ട 0. ഓക്കെ ആണല്ലോ? റെഡി? ഓക്കെ, വോളിയം കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് 0. അടുത്ത നോക്കിക്കോ. A thermodynamic process in which the thermodynamic variable PVT നോക്കാം. Name the thermodynamic process in which PV raised to gamma is equal to constant എന്നാ ചോദിച്ചേ. PV raised to gamma is equal to constant എന്ന് പറയുന്നത് ഏത് thermodynamic process ആ മക്കളെ? അഡിയബാറ്റിക് ആണ് കേട്ടോ. അഡിയബാറ്റിക്. ഓക്കെ, അഡിയബാറ്റിക് പ്രോസസ് ആണ്. ഇനി നോക്കുക. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഫസ്റ്റ് ലോ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദി വർക്ക് ഡൺ. രാവിലെ എക്സാമിന് പോകുന്നതിന് മുമ്പ് കുറച്ച് ഡെറിവേഷൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോകുക. ഐസോതെർമലിന്റെ വർക്ക് ഡൺ, അതുപോലെ തന്നെ തെർമോഡൈനാമിക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മേയേഴ്സ് റിലേഷൻ ഒന്ന് പഠിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ അഡിയബാറ്റിക്കിന്റെ വർക്ക് ഡണും ഒന്ന് പഠിച്ചിട്ട് പോവുക കേട്ടോ. ഓക്കെ, സെറ്റ് ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ മുമ്പോട്ടേക്ക് പോവുകയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. നോക്കുക. വാട്ട് ഈസ് മെന്റ് ബൈ isothermal process? give its equation. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, പറഞ്ഞു കഴിഞ്ഞു. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് ഐസോതെർമൽ പ്രോസസ് എന്ന് പറയാ. PV is equal to constant ആണ് അതിന്റെ ഇക്വേഷൻ. ഇനി ഇവിടുന്ന് ചോദിക്കുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കാർനോട്ട് എഞ്ചിൻ നിന്നാണ്. അപ്പൊ കാർനോട്ട് എഞ്ചിന്റെ 4 പ്രോസസ്സുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുക. ഒരു കാർനോട്ട് സൈക്കിളിൽ 4 പ്രോസസ്സുകളാണല്ലോ. എന്താ മക്കളെ? ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ ആൻഡ് അഡിയബാറ്റിക് കംപ്രഷൻ. ഐഎ എന്ന് മിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ കൊടുക്കണം കേട്ടോ. അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. എന്താണ് ആ 4 പ്രോസസ്സുകൾ? ഇനിയോ, ഡ്രോ ദ PV ഡയഗ്രാം ഓഫ് എ കാർനോട്ട് സൈക്കിൾ. ഇനിയും മിസ് പറഞ്ഞു എന്റെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വരയ്ക്കാം. PV ഗ്രാഫ് വരയ്ക്കുക അല്ലെ? വിയും പിയും വരയ്ക്കുക. ഇനി എന്ത് ചെയ്യാം? ആ ഗ്രാഫിൽ എങ്ങനെ ടിഷ്കും 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 എന്ന് വരയ്ക്കുന്നു. ABCD എന്ന് കൊടുക്കുന്നു. ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ ആരോ മാർക്ക് ഇട്ട് വെക്കുന്നു. ഇനി എന്ത് ചെയ്യാ? ഇവിടെ P1 V1 കൊടുക്കുക, ഇവിടെ P2 V2 കൊടുക്കുക, ഇവിടെ P3 V3 കൊടുക്കുക, ഇവിടെ P4 V4 കൊടുക്കുക. റെഡി ആണോ? സെറ്റ് ആണോ? ഇനിയോ, ഇവിടെ ആണെങ്കിൽ 2 സ്ഥലത്തും T1 എന്ന് കൊടുക്കുന്നു, താഴെ 2 സ്ഥലത്തും T2 എന്ന് കൊടുക്കുന്നു. അപ്പൊ കാർനോട്ട് എഞ്ചിൻ എന്ന് വെച്ചാൽ ഒരു റിവേഴ്സിബിൾ എഞ്ചിൻ ആണ്. ഐഡിയൽ ആയിട്ടുള്ള റിവേഴ്സിബിൾ എഞ്ചിൻ ആണ്. വർക്കിംഗ് ബിറ്റ്വീൻ 2 എന്താണ്? 2 ടെമ്പറേച്ചറിന്റെ ഇടയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി കാർനോട്ട് തിയറം ചോദിക്കുകയാണെങ്കിൽ എന്താ കാർനോട്ട് തിയറം എന്ന് വെച്ചാൽ? നമ്മുടെ കാർനോട്ട് എഞ്ചിനേക്കാൾ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ വേറെ ഇല്ല അല്ലെ? കാർനോട്ട് എഞ്ചിനെ പൊക്കിയടിക്കാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെ കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി അതിന്റെ വർക്കിംഗ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് എഴുതാം. ഓക്കെ, അത്രയും കാര്യമാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, സെറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സ്റ്റേറ്റ് ഹുക്സ് ലോ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താ മക്കളെ ഹുക്സ് ലോ? വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഫോർ സ്മോൾ ഡിഫോർമിംഗ് ഫോഴ്സസ് സ്ട്രെസ് ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ ആണല്ലോ? സ്ട്രെസ് എന്ന് പറയുന്നത് is proportional to strain ആണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് എന്താണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. നോക്കുക. വാട്ട് ഈസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി? വാട്ട് ഈസ് ഇറ്റ് യൂണിറ്റ് എന്നാണ് ചോദിച്ചത്. എന്താ മക്കളെ? K എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് അല്ലെ? റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. അതിന്റെ യൂണിറ്റ് എന്താണ് മക്കളെ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. റെഡി? സെറ്റ് ആണോ? യെസ്. അപ്പൊ റേഷ്യോ ഓഫ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണെന്ന് മനസ്സിലാക്കുക. നോക്കുക. റേഷ്യോ ഓഫ് ടെൻസൈൽ സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ നമ്മൾ എന്താ മക്കളെ പേര് വിളിക്കുക? ടെൻസൈൽ സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ആരാ? ദാറ്റ് ഈസ് യങ്സ് മോഡുലസ് അല്ലെ? യങ്സ് മോഡുലസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, റെഡി? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നോക്കിക്കോ. നെയിം ദ ടൈപ്പ് ഓഫ് സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ എബവ് ഫിഗർ എന്നാണ് ചോദിച്ചത്. എബോ അല്ല, ബിലോ ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇങ്ങനെ പാരലൽ ആയിട്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെരിഞ്ഞു പോവുകയാണല്ലേ മക്കളെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെരിഞ്ഞു പോകുന്നതിന് നമ്മൾ എന്താ വിളിക്കുക? ഷേപ്പിലാണ് ചേഞ്ച് വരുന്നത്. അപ്പൊ ഷേപ്പിലുള്ള സ്ട്രെയിൻ ആണ്. ഷേപ്പിലുള്ള സ്ട്രെയിനിനെ നമ്മൾ എന്ത് വിളിക്കും? ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് വിളിക്കും. ഓക്കെ, ഷിയറിംഗ്
സ്ട്രെയിൻ എന്നാണ് വിളിക്കുക. റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ദ സ്ട്രെയിൻ എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ് സ്ട്രെയിനിന്റെ ഇക്വേഷൻ ചോദിച്ചിരിക്കുന്നത്? എന്താ സ്ട്രെയിനിന്റെ ഇക്വേഷൻ? സ്ട്രെയിനിന്റെ ഇക്വേഷൻ തീറ്റയാണ്. തീറ്റനെ നമുക്ക് എന്ത് പറയാം? ഡെൽറ്റ എക്സ് ബൈ എൽ എന്ന് എഴുതാം അല്ലെ? ഡെൽറ്റ എക്സ് ബൈ എൽ എസ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് മക്കളെ. അടുത്ത ചോദ്യം നോക്കിക്കോ. യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് 3 മെറ്റീരിയൽസിന് തന്നിട്ടുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ യങ്സ് മോഡുലസ്? റൈറ്റ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ഇറ്റ് എന്നാ പറയുന്നത്. എന്താണ് യങ്സ് മോഡുലസ് എന്ന് വെച്ചാൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് അല്ലെ? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിന്റെയും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിന്റെയും റേഷ്യോയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? y എന്ന് വിളിക്കുന്നത്. yന്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? y is equal to FL divided by A delta L ആണ് കേട്ടോ. FL divided by A delta L ആണ്. അതിന്റെ ഇക്വേഷനും കൂടെ അവിടെ എഴുതി കൊടുക്കുക. ഇനി നോക്കുക. സെലക്ട് ദ മെറ്റീരിയൽ ഫ്രം ദ ടേബിൾ ഹൂ ഷോസ് മോർ ഇലാസ്റ്റിസിറ്റി. ഏറ്റവും കൂടുതൽ ഇലാസ്റ്റിസിറ്റി കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ യങ്സ് മോഡുലസ് ഉള്ള ആളായിരിക്കും. അപ്പൊ ഇവിടെ ആരാ? എക്സ് വൈ സെഡ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ആർക്കാ? സെഡിനാണുള്ളത്. സോ സെഡ് ആണ് നമ്മളുടെ ആൻസർ. റെഡി? സെഡിനാണ് യങ്സ് മോഡുലസ് കൂടുതൽ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. ഇനി നോക്കുക. റേഷ്യോ ഓഫ് ഷിയറിംഗ് സ്ട്രെസ് ടു ഷിയറിംഗ് സ്ട്രെയിൻ. ഷിയറിംഗ് സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെയിനെ നമ്മൾ എന്താ മക്കളെ പേര് വിളിക്കുക? അതിനെയാണ് റിജിഡിറ്റി മോഡുലസ് എന്നാണ് കേട്ടോ വിളിക്കുക. റിജിഡിറ്റി മോഡുലസ്. ഓക്കെ, റെഡി? ക്ലിയർ ആണല്ലോ. ഇനി നോക്കിക്കോ. അടുത്ത ചോദ്യം. A spring is stretched by applying a load to its free end. The strain produced in the spring is എന്നാണ് ചോദിച്ചത്. പറഞ്ഞോ. നമുക്കറിയാം ഒരു സ്പ്രിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ലോഡ് വെച്ച് വലിക്കുകയാണ്. അപ്പൊ ലോഡ് വെച്ച് വലിക്കുമ്പോൾ എവിടെ എന്തിലൊക്കെ ചേഞ്ച് ആവും ഉണ്ടാവുക? ലെങ്ത്തിൽ ചേഞ്ച് ഉണ്ടാവും. അതുപോലെ തന്നെ എന്തിലും ഉണ്ടാവും? ഷേപ്പിലും ചേഞ്ച് ഉണ്ടാവും. ലെങ്ത്തിൽ ചേഞ്ച് ഉണ്ടായാൽ എന്താ മക്കളെ? ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്. ഷേപ്പിൽ ചേഞ്ച് ഉണ്ടായ ഷിയർ ആണ്. സോ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ഷിയർ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. റെഡി? അടുത്ത നോക്കിക്കോ. ഫോർ ആൻ ഐഡിയൽ ലിക്വിഡ്, ഒരു ഐഡിയൽ ആയിട്ടുള്ള ലിക്വിഡിന്റെ ബൾക്ക് മോഡുലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആയിരിക്കും കേട്ടോ. അപ്പൊ ഐഡിയൽ ആയിട്ടുള്ള ലിക്വിഡ് ആണ്. ഐഡിയൽ ആയിട്ടുള്ള ലിക്വിഡ് ആണെങ്കിൽ അതിന്റെ ഇൻഫിനിറ്റി എന്ന് പറയും. ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് എന്താ? ഇൻഫിനിറ്റി. വാട്ട് ഈസ് ദ യങ്സ് മോഡുലസ് ഓഫ് എ പെർഫെക്റ്റ് റിജിഡ് ബോഡി? ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള റിജിഡ് ബോഡിയുടെ യങ്സ് മോഡുലസ് എന്താ? പെർഫെക്റ്റ് ലിക്വിഡിന്റെ ഇൻഫിനിറ്റി. അപ്പൊ പെർഫെക്റ്റ് ആയിട്ടുള്ള റിജിഡ് ബോഡിയുടെ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഇൻഫിനിറ്റി. ഓക്കെ ആണല്ലോ. നോക്കുക. ബൾക്ക് മോഡുലസ് ഓഫ് ദ വാട്ടർ ഈസ് 2 × 10⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഫൈൻഡ് ഇറ്റ്സ് കംപ്രസബിലിറ്റി എന്നാണ് ചോദിച്ചത്. ഇതിന്റെ കംപ്രസബിലിറ്റി എന്താണെന്നാണ് ചോദ്യം. പറഞ്ഞോ. എന്താ? നമുക്കറിയാം കംപ്രസബിലിറ്റി എന്ന് വെച്ചാൽ ബൾക്ക് മോഡുലസിന്റെ റെസിപ്രോക്കൽ ആണ്. റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ആണ് കംപ്രസബിലിറ്റി. അപ്പൊ 1/2 × 10⁹ എന്ന് വരും. അഥവാ 0.5 × 10⁻⁹ യൂണിറ്റ് പ്രത്യേകം ഓർക്കുക. ഇതിന്റെ ഓപ്പോസിറ്റ് ആക്കുക. ഇതിന്റെ റെസിപ്രോക്കലാ വരിക. അപ്പൊ n⁻⁻1 m² എന്ന് വരും കേട്ടോ. n⁻⁻1 m². റെഡി? കിട്ടുന്നുണ്ടോ? മീറ്റർ സ്ക്വയർ പ്ലസ് ഇങ്ങനെ എഴുതാട്ടോ. മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ന്യൂട്ടൺ, അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ പെർ ന്യൂട്ടൺ എന്ന് എഴുതാം. ഇല്ലെങ്കിൽ ന്യൂട്ടൺ ഇൻവേഴ്സ് മീറ്റർ സ്ക്വയർ എന്ന് എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. ഇനി പോയ്സൺസ് റേഷ്യോ എന്താ? ഒന്നുമില്ല. ഒരു സ്ട്രിങ്ങിനെ പിടിച്ച് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ലെങ്ത്തിൽ ചേഞ്ച് ഉണ്ടാവും. അതുപോലെ തന്നെ തിക്നെസ് കുറയുകയും ചെയ്യും. അപ്പോൾ ഫോഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു സോളിഡിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലെങ്ത്തിൽ ചേഞ്ച് ഉണ്ടാവും. അതുപോലെ തന്നെ എന്തിലും ചേഞ്ച് ഉണ്ടാവും? തിക്നെസ്സിലും ചേഞ്ച് ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. അപ്പൊ ലെങ്ത്തിൽ ചേഞ്ച് ഉണ്ടാവുമ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. അതുപോലെ എന്താണ്? തിക്നെസ്സിൽ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ ലാറ്ററൽ സ്ട്രെയിൻ. അപ്പൊ അതിന്റെ റേഷ്യോനെയാണ് നമ്മൾ പോയ്സൺസ് റേഷ്യോ എന്ന് പറയാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ്, എഴുതി കൊടുക്കണം കേട്ടോ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് എന്ന് എഴുതി കൊടുക്കുക. റെഡി ആണോ? ഓക്കെ മക്കളെ, ഇതാ തീരാനായി. കുറച്ച് നേരം കൂടെ ഉള്ളൂ കേട്ടോ. ഇനി നോക്കുക. ദ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഇൻ സോളിഡ്സ് ആൽഫ. നോക്കുക. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ആൽഫ ബീറ്റ ഗാമ? 1:2:3 ആണ്. ഇൻവർ എന്തുകൊണ്ടാണ് പെൻഡുലംസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? അതിന്റെ തെർമൽ എക്സ്പാൻഷൻ അല്ലെ? തെർമൽ എക്സ്പാൻഷൻ വളരെ കുറവായതുകൊണ്ടാണ്, ലീനിയർ എക്സ്പാൻഷൻ വളരെ കുറവായതുകൊണ്ടാണ് നമ്മൾ ഇൻവേഴ്സിന് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. റെഡി? ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഇനി നോക്കിക്കേ. ദ ചേഞ്ച് ഇൻ സോളിഡ് സ്റ്റേറ്റ് ടു വേപ്പർ സ്റ്റേറ്റ് വിത്തൗട്ട് പാസിംഗ് ത്രൂ ലിക്വിഡ് സ്റ്റേറ്റ് അല്ലെ? സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്നു, ലിക്വിഡ് ആവാതെ മാറുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ. ഓക്കെ, സബ്ലിമേഷൻ ആണ്. സബ്ലൈം ആയിട്ടുള്ള മെറ്റീരിയൽസിന് എക്സാമ്പിൾ എന്തൊക്കെയാ? ക്യാംഫർ, നാഫ്തലിൻ, അതുപോലെ തന്നെ ഡ്രൈ ഐസ് ഒക്കെ പഠിച്ചു വെക്കാം. ഓക്കെ, ഡ്രൈ ഐസ് ഒക്കെ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കോ. അടുത്തത് ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് സ്റ്റേറ്റ് ഫ്രം ലിക്വിഡ് ടു സോളിഡ്. ലിക്വിഡ് സോളിഡ് ആവുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂഷൻ. എന്താണ് മക്കളെ? ഫ്യൂഷൻ ആണ്. നോക്കുക.
ഡിഫൈൻ ലാറ്റന്റ് ഹീറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ലാറ്റന്റ് ഹീറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് മക്കളെ ലാറ്റന്റ് ഹീറ്റ് എന്ന് വെച്ചാൽ? ഒന്നുമില്ല, ഒരു യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസിനെ ഒന്നുമില്ലെങ്കിൽ സോളിഡിൽ നിന്നും ലിക്വിഡിലേക്ക് അല്ലെങ്കിൽ ലിക്വിഡിൽ നിന്നും വേപ്പറിലേക്ക് മാറ്റാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റാണ്. ഫേസ് ചേഞ്ചിന് ആവശ്യമായിട്ടുള്ള ഹീറ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ എന്താ? ദി എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് ഫ്രം സോളിഡ് ടു ലിക്വിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ടു ഗ്യാസ് വിത്തൗട്ട് ചേഞ്ച് ഇൻ എന്താണ്? ടെമ്പറേച്ചർ. അപ്പൊ മനസ്സിലാക്കണം, അതായത് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു ചേഞ്ച് ദ യൂണിറ്റ് മാസ്. ഒരു യൂണിറ്റ് മാസിനെ എവിടെ നിന്നാ? ഒന്നുമില്ലെങ്കിൽ ലിക്വിഡിൽ നിന്ന് വേപ്പറിലേക്ക് അല്ലെങ്കിൽ സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക്. ഇനി രണ്ട് ലാറ്റന്റ് ഹീറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാ? ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനും ഉണ്ട്, ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും ഉണ്ട്. ഓക്കെ, അപ്പൊ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് യൂണിറ്റ് മാസ് ഫ്രം സോളിഡ് ടു ലിക്വിഡ്. അതായത് സോളിഡ് ടു ലിക്വിഡിലേക്ക് ആവുന്നതിന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അതുപോലെ തന്നെ ലിക്വിഡ് വേപ്പർ ആയിട്ട് മാറുന്നതിന് നമ്മൾ വിളിക്കുന്നതാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. വെരി ഇമ്പോർട്ടന്റ്, ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ്. നമ്മളോട് ചോദിക്കും എന്തുകൊണ്ടാണ് സ്റ്റീമിന്റെ ബേൺ സിവിയർ ആവുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയണം, ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ കൂടുതലായത് കൊണ്ടാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, സെറ്റ് ആണല്ലോ? ഓക്കെ, അതൊന്ന് പഠിച്ച് ഇരിക്കുക. ഓക്കെ മക്കളെ, നിങ്ങൾ നെഗറ്റീവ് അടിക്കല്ലേ? നമുക്ക് ഫുൾ ഓൺ കോൺഫിഡൻസോട് കൂടെ പോവാ അല്ലെ? എല്ലാം പോയി എന്നൊന്നും പറഞ്ഞ് നമ്മൾ ഒരിക്കലും പോകരുത്. നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ പോവാ, അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒന്നും നമ്മൾ പറയേണ്ട, പോസിറ്റീവായിട്ട് എടുക്കുക, എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുക. അപ്പൊ എന്ത് വന്നാലും നോ പ്രോബ്ലം, നിങ്ങൾ അടിപൊളിയായിട്ട് പോയിട്ട് എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കുക, വേറെ ഒന്നും ചിന്തിക്കേണ്ട കേട്ടോ. ഇനി നോക്കുക, ABC ഏതൊക്കെ ഹീറ്റ് ട്രാൻസ്ഫർ ആണ് മക്കളെ? ഇത് നമുക്കറിയാം, ഇതിൽ കൂടെ ഉള്ളതാണ് കണ്ടക്ഷൻ. സോളിഡിലൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടക്ഷൻ. മുകളിലോട്ടേക്ക് പോകുന്നത് എന്താ? കൺവെക്ഷൻ. ആൻഡ് സൈഡിലോട്ടേക്ക് പോകുന്നത് റേഡിയേഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, റെഡി? സെറ്റ് ആണല്ലോ? ഓക്കെ, റെഡി ആണോ? ഇനി നോക്കിക്കേ, എ മാൻ ജമ്പിങ് ഔട്ട് ഓഫ് എ സ്ലോ മൂവിംഗ് ബസ് ഫോൾസ് ഫോർവേഡ് എന്നാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ബസ്സിൽ നിന്നും പുറത്തോട്ടേക്ക് എടുത്ത് ചാടുമ്പോൾ ആ ചേട്ടൻ പുറത്തോട്ടേക്ക് വീഴുന്നു. അതിന്റെ കാരണം എന്താ? ഇനേർഷ്യ. ഓക്കെ, ഇനേർഷ്യ ആണ്. ഇനി നോക്കുക, വിച്ച് ന്യൂട്ടൺസ് ലോ ഗിവ്സ് ദി എബവ് കോൺസെപ്റ്റ് സ്റ്റേറ്റ് ദ ലോ. ഏത് ലോയാ തരുന്നത്? ഫസ്റ്റ് ലോ ആണ് തരുന്നത്. ഫസ്റ്റ് ലോ സ്റ്റേറ്റ് ചെയ്യുക. എന്താ ഫസ്റ്റ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എവറി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് or uniform motion until an external force acts on it. അല്ലെ? a body continuous to be in state of rest അല്ലെങ്കിൽ motion until an external force acts on it. റെഡി ആണല്ലോ? സെറ്റ് ആണല്ലോ? അടുത്ത ചോദ്യം നോക്കുക, വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബുക്ക് റെസ്റ്റിംഗ് ഓൺ എ ടേബിൾ എന്നാ ചോദിച്ചത്. ഒരു ടേബിളിൽ അനങ്ങാതിരിക്കുന്ന ബുക്കിൽ നെറ്റ് ഫോഴ്സ് എന്താന്ന് ചോദിച്ചത്? റെസ്റ്റിലാണ്. അപ്പൊ റെസ്റ്റിലാണെങ്കിൽ അവിടെ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. റെഡി? ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത ചോദ്യം നോക്കുക. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് യെറ്റ് ദേ ഡു നോട്ട് ക്യാൻസൽ ഈച്ച് അതർ. ആക്ഷനും റിയാക്ഷനും ഈക്വലും ഓപ്പോസിറ്റുമാണ്, പക്ഷെ അവർ ക്യാൻസൽ ആയിട്ട് പോകുന്നില്ല. അതിന് കാരണം എന്താണ് മക്കളെ? അവർ ആക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ബോഡീസിലാണ്. ദേ ആക്ട്സ് ഓൺ ഡിഫറെന്റ് ബോഡീസ്. റെഡി ആണോ? ദേ ആക്ട്സ് ഓൺ ഡിഫറെന്റ് ബോഡീസ്. അടുത്ത നോക്കുക, എ ക്രിക്കറ്റർ മൂവ്സ് ഹിസ് ഹാൻഡ്സ് ബാക്ക്വേർഡ് വൈൽ ഹോൾഡിംഗ് എ ക്യാച്ച്. അല്ലെ? ഒരു ക്രിക്കറ്റർ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് ബാക്കോട്ടേക്ക് കൈവലിക്കാനുള്ള കാരണം എന്താണ്? ടൈം ഓഫ് ക്യാച്ച് കൂട്ടി ഫോഴ്സ് കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പൊ മനസ്സിലാക്കുക, ചേഞ്ച് ഇൻ മൊമെന്റം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആണ്. സോ ടൈം ഓഫ് ക്യാച്ച് കൂടുമ്പോൾ ഇമ്പാക്ട് ഫോഴ്സ് കുറയുന്നു എന്നതാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്? എഴുതി കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഫ്രിക്ഷൻ ഒരു നെസസറി ഈവിൾ ആണെന്ന് പറയാനുള്ള കാരണം എന്താ? അവർക്ക് ബോത്ത് മെറിറ്റ്സും ഉണ്ട്, ഡിമെറിറ്റ്സും ഉണ്ട് അല്ലെ? അവർക്ക് ബോത്ത് ബെനിഫിഷ്യൽ ആൻഡ് എന്താണ് ഹാർംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രിക്ഷനെ നെസസറി ഈവിൾ എന്ന് പറയുന്നത് മനസ്സിലാക്കുക. സ്റ്റേറ്റ് ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ലോയിനെ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. എന്താണ്? ഒന്നുമില്ല, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ത് ചെയ്യാൻ? സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ആണ് കേട്ടോ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ് ഓപ്പോസ് ചെയ്യുന്നത്? ഇപ്പം മനസ്സിലാക്കുക, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒരു ബോഡി റെസ്റ്റിൽ ഇരിക്കുമ്പോഴാണ് ഉണ്ടാവുക. മറ്റേതോ
അതായത് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ് ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണെന്ന് മനസ്സിലാക്കുക. ഇനി രണ്ടും കൈനറ്റിക് ഫ്രിക്ഷൻ ആണെങ്കിലും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണെങ്കിലും ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ, സെറ്റ്, റെഡി ആണല്ലോ. ഇനി അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് നോക്കുക, സ്പീഡ് ഓഫ് ദി സൗണ്ട് വേവ്സ് ഇൻ എ ഫ്ലൂയിഡ് ഡിപ്പെൻഡ്സ് ഓൺ. നമുക്കറിയാം ഒരു ഫ്ലൂയിഡിലുള്ള വെലോസിറ്റി ഓഫ് ദ സൗണ്ട് എന്ന് പറയുന്നത് എന്താ, ബി ബൈ റോ ആണ് അല്ലേ. അതായത് വി ഈസ് പ്രപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ബി, അതുപോലെ തന്നെ വി ഈസ് പ്രപ്പോർഷണൽ ടു 1 ബൈ റൂട്ട് ഓഫ് റോ എന്ന് പറയാം. അതായത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ബൾക്ക് മോഡുലസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ്, ഡെൻസിറ്റി. അപ്പോൾ നോക്കുക, ഇൻവേഴ്സ്ലി ഓൺ സ്ക്വയർ റൂട്ട് ഓഫ് ഡെൻസിറ്റി ആൻഡ് ഡയറക്ട്ലി ഓൺ സ്ക്വയർ റൂട്ട് ഓഫ് ബൾക്ക് മോഡുലസ്. അപ്പോൾ ഏതാ, സിയും ഡിയും ആണ് കറക്റ്റ് അല്ലേ, സിയും ഡിയും ആണ് കറക്റ്റ് എന്ന് മനസ്സിലാക്കുക, ബാക്കി രണ്ടും തെറ്റാണ്. ഇനി നോക്കുക, ഇൻ കേസ് ഓഫ് എ സ്റ്റേഷനറി വേവ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ദ നോഡ് അല്ലേ. അതായത് ഒരു സ്റ്റാൻഡിങ് വേവിനെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നോഡിൽ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ, 0. ഓക്കെ, പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 കേട്ടോ. സെറ്റ് ആണല്ലോ. യെസ്, അടുത്ത നോക്കിക്കേ, എ സ്റ്റുഡന്റ് പ്ലക്സ് എ സെന്റർ ഓഫ് സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്, ഒബ്സർവ് ദ വേവ് പാറ്റേൺസ് പ്രൊഡ്യൂസ്ഡ്, വാട്ട് ഇസ് ദ ടൈപ്പ് ഓഫ് വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്ട്രിംഗ് എന്നാണ് ചോദിച്ചത്. എന്ത് സ്ട്രിംഗ് ഉണ്ടാവുക, ഒരു സ്ട്രിങ്ങിനെ പിടിച്ച് നമ്മൾ പ്ലക്ക് ചെയ്യാണ്. അപ്പോൾ ഒരു സ്ട്രിങ്ങിനെ പിടിച്ച് പ്ലക്ക് ചെയ്യുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുക മക്കളെ, സ്റ്റാൻഡിങ് വേവ്സ് ആണ് ഉണ്ടാവുക അല്ലെ, സ്റ്റാൻഡിങ് വേവ് ആണ് ഉണ്ടാവുക കേട്ടോ, സ്റ്റാൻഡിങ് വേവ് ആണ് ഉണ്ടാവുക. ഇനി അതിനെ വരയ്ക്കുന്നു, നോഡും ആൻറ്റി നോഡും പറയാനാ പറഞ്ഞത്. അപ്പോൾ ഇത് 3 ഇതാണ് നോഡ്. ഓക്കെ, ദിസ് ഇസ് നോഡ്. ഇനിയോ ഈ 2 സ്ഥലത്തും ആൻറ്റി നോഡ് വരച്ചു കൊടുക്കാം. ഓക്കെ, റെഡി, ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ. ദ ലാസ്റ്റ് ആണ്, റൈറ്റ് ദ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ എന്നാണ് ചോദിച്ചത്. പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ പറഞ്ഞേ എന്താ മക്കളെ, PV = NKBT. ലാസ്റ്റ് ചാപ്റ്റർ ആണ് കൈനറ്റിക് തിയറി, ഇതോടുകൂടെ കഴിയുകയാണ്, ഡോണ്ട് വറി. ഓക്കെ, അപ്പൊ PV = NKBT ആണ് കേട്ടോ, PV = NKBT. ഒരു കാര്യം കൂടെ മക്കളെ നിങ്ങളോട് എങ്ങാ ചോദിക്കുകയാണ്, ഒരു നോഡ് തൊട്ട് ഒരു നോഡ് വരെ എത്ര ഡിസ്റ്റൻസ് ആണെന്ന് വെച്ചാൽ ഒരു നോഡിൽ നിന്ന് ഒരു നോഡ് വരെ λ/2 ഡിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ ഒരു ആൻറ്റി നോഡിൽ നിന്ന് ഒരു ആൻറ്റി നോഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും λ/2 ആണ്. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഒരു നോഡ് ടു നോഡും λ/2 ആണ്, ആൻറ്റി നോഡ് ടു ആൻറ്റി നോഡും λ/2 ആണ്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ, റെഡി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മുന്നോട്ടേക്ക് പോവാം മക്കളെ. പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് മറക്കരുത്, ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ്, ഗ്യാസ് മോളിക്യൂൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അവർ ഇലാസ്റ്റിക് സ്ഫിയേഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. അവരുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സൈസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അല്ലെ, ഡിസ്റ്റൻസും അവരുടെ സൈസും അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താ, നെഗ്ലിജിബിൾ ആണ് അല്ലേ. അപ്പോൾ സൈസ് ഓഫ് ദ മോളിക്യൂൾ എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് റാൻഡം മോഷനിലാണ്. ഓക്കെ, അപ്പോൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്താ മക്കളെ, റാൻഡം മോഷനിലാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ റാൻഡം ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവർ എന്ത് ചെയ്യും, കൊളൈഡ് ചെയ്യും, വോൾസുമായിട്ട് കൊളൈഡ് ചെയ്യും എന്ന് മനസ്സിലാക്കുക. ഇനി ഇവർ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടോ, ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഫോഴ്സ് ഓഫ് റിപ്പൽഷനും ഇല്ല. ഇനി മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻസിലാണ്, യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. ആവറേജ് ഡിസ്റ്റൻസ്, സക്സസീവ് കൊളീഷൻസിന്റെ ഇടയിലുള്ള ആവറേജ് ഡിസ്റ്റൻസിനെ നമ്മൾ മീൻ ഫ്രീ പാത്ത് എന്നാണ് പറയുക. അത്രയും കാര്യം ഏതെങ്കിലും ഒരു 4-5 പഠിച്ചു വെക്കുക കേട്ടോ. കൊളീഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് ആണ്, പെട്ടെന്ന് നടക്കുന്ന അല്ലെ, അപ്പൊ അവർ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് പോകും. ഏതെങ്കിലും ഒരു 4-5 പഠിച്ചു വെക്കുക കേട്ടോ മക്കളെ. 2 മാർക്കിനൊക്കെയാണ് ചോദിക്കാൻ സാധ്യത, അപ്പൊ അത് പഠിച്ചു വെക്കുക. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി മിസ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാറുണ്ട്. എന്താണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി? ഒരു ഗ്യാസിന്റെ അല്ലെങ്കിൽ ഒരു ഗ്യാസ് സിസ്റ്റത്തിന്റെ എന്തെന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലും ½ kBT എനർജി വെച്ചിട്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ദ ടോട്ടൽ എനർജി ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഇൻ ഡിഫറെന്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആൻഡ് ദ എനർജി ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം ½ kBT വെച്ചിട്ടാണ്. ഓക്കെ, സെറ്റ് ആണോ, റെഡി ആണോ, ഓക്കെ ആണോ?
ഇനി ഏറ്റവും അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഓർക്കുക, മീൻ ഫ്രീ പാത്ത് എന്താണെന്ന് ഓർക്കുക. ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ രണ്ട് സക്സസീവ് കൊളീഷൻ, അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് കൊളീഷൻസിന്റെ ഇടയിലുള്ള ആവറേജ് ഡിസ്റ്റൻസിനെയാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയാം. മീൻ ഫ്രീ പാത്തിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. അതിൽ n എന്ന് പറയുന്ന നമ്പർ ഡെൻസിറ്റി ആണ്, d എന്ന് പറയുന്നത് എന്താ മക്കളെ, ഡയാമീറ്റർ ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ക്യുക്കായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇന്നലെയും ഇന്നും മിനിഞ്ഞാന്നുമായിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വേഗം 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 മക്കളെ നോക്കിയിട്ട് പോവാം. അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഏറ്റവും ബെസ്റ്റ് രീതിയിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ ബാക്കി ഒന്നും ആലോചിക്കാതെ എൻ്റെ കുട്ടികൾ കോൺഫിഡൻ്റ് ആയിട്ട് പോയിട്ട് എക്സാം എഴുതാം. ഓക്കെ, അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ മിസ് പ്രാർത്ഥിക്കും. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം കഴിഞ്ഞ് വന്നിട്ട് എന്തായിക്കോട്ടെ, എക്സാം എങ്ങനെ ആയിക്കോട്ടെ, അതിനെ പറ്റി ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. എക്സാം നന്നായിട്ട് പോകുമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പോയിട്ട് എക്സാം എഴുതാം. ആൻഡ് വന്നു കഴിഞ്ഞ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തരാം. അടിപൊളിയായിട്ട് എക്സാം എഴുതാം. എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും പറ്റേ മിസ് പ്രാർത്ഥിക്കും. നിങ്ങൾ വരുന്നത് വരെ ടെൻഷനോട് കൂടെ മിസ് വെയിറ്റ് ചെയ്യും. അതേപോലെ തന്നെ അലക്സ് സാറും നിങ്ങളുടെ എക്സാം എങ്ങനെ പോയി എന്നറിയാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പാരൻസിനോടൊപ്പം തന്നെ ടെൻഷൻ ഞങ്ങൾക്കും ഉണ്ടെന്ന് മനസ്സിലാക്കുക. കാരണം നമ്മളെ വിശ്വസിച്ച് നിങ്ങൾ പഠിച്ച് എക്സാം എഴുതാൻ വേണ്ടി പോവാണ്. സോ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് വരണമെന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. അപ്പം ഇത്രയും ദിവസമായിട്ടില്ലേ, കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിനുള്ള റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം എൻ്റെ കുട്ടികൾ അടിപൊളിയായിട്ട് മക്കളെ എക്സാം പോയിട്ട് എഴുതാം. ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. ആൻഡ് എക്സാം എഴുതിയതിന് ശേഷം വേഗം തന്നെ വന്ന് നമുക്ക് ഈ ബൂസ്റ്ററിന്റെ കമന്റ് സെക്ഷനിൽ എന്ത് ചെയ്യാം, മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എവിടെയൊക്കെ അയച്ചാൽ മെസ്സേജ് അയക്കാം. ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പറും അയച്ചു തരാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും മക്കളെ ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് എക്സാം എഴുതാ. എൻ്റെ കുട്ടികൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട. ടെൻഷൻ അടിച്ച് ഫുഡ് കഴിക്കാതെ ഒന്നും പോകരുത്. നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കാത്തതിന്റെ പ്രശ്നം ദിൽഷാ മിസ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക, ഫുഡ് കഴിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. അടിച്ചു പൊളിച്ച് എക്സാം എഴുതാ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ഓൾ